Let us close our eyes this beautiful Sunday morning as we are gathered in the presence to worship the Lord in truth and spirit. Though we are not able to come together as church family, sitting at the comfort of our house and experiencing the awesome presence of God in our life. The Bible says, wherever 2 or 3 gather in my name, there I am in the midst of them. As husband, wife, children, parents, when you are sitting together in your house, or wherever you may be, feel the presence of God, the awesome presence of God. Hallelujah. The glory of the Lord may come down from heaven and fill your mind, heart, and soul, so that you can feel the warmness of the touch of the Holy Spirit. This beautiful Sunday morning, hallelujah. Help us to, hallelujah, pray to the Lord. Lord, help us to worship the Lord in truth and spirit. Come, let us worship the Lord. Bow down before Him, kneel before Him, give Him glory, do unto His name. He is worthy to be worshipped, adored, and thanked. He is the Redeemer. He is my Savior, the one who saved me from the sin and enabled me to stand on the rock. And He has put a new song in my mouth, a song of praising the Lord. This Sunday morning, let us exalt His name together. Hallelujah. ഒരുമിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്നേഹമുള്ള ദൈവമേ, മനോഹരമായ വിശുദ്ധി ആരാധനയ്ക്കായി ഞങ്ങൾ തിരുനാമത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ വൈഷമ്യമേറിയ കാലഘട്ടങ്ങളും ഞങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലത്തിൻ്റെ നടുവിലും ഞങ്ങൾക്ക് യേശുവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. നാൾത്തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവിൻ്റെ ധന്യനാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആരാധനയുടെ വിവിധ ഘടകങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പാട്ടുപാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവവചനം കേൾക്കുവാൻ ഒക്കെ ഞങ്ങൾക്ക് സഹായിക്കണമേ. ജീവിതത്തിൻ്റെ വിവിധ കഷ്ടങ്ങൾ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. മനം തകർന്നവരുടെ മുറിവുകളെ കെട്ടപ്പെടുമാറാകട്ടെ. പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കണമേ. എളിയവരോടുള്ള സദ്വർത്തമാനം ഇന്ന് പകൽക്കാലം പ്രഘോഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഭൂലോകത്തിൻ്റെ വിവിധ വൻകരകളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ കർത്താവേ വീക്ഷിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം. എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കരം പെയ്തിറങ്ങണമേ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരുന്ന കുടുംബങ്ങൾക്ക് ദൈവം ആശ്വാസം പകർന്നാട്ടെ. എല്ലാറ്റിലും ഉപരിയായി ദൈവനാമം മാത്രം മഹത്വമെടുക്കുവാൻ കർത്താവ് ഇന്ന് രാവിലെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ദൈവകൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഹതുര വൈഷമന റിഗാൽ കടകനെ ദൈവ സാന്നിധ്യം പെയ്തിറങ്ങുന്ന പകലായി മാറട്ടെ. കർത്താവിൻ്റെ കൃപ ജ്വലിച്ചിറങ്ങുമാറാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുവാൻ പോകുകയാൽ സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഒക്കലഹോമയുടെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലത്തെ ആരാധനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹല്ലേലൂയ. സഭയിലുള്ള എല്ലാ വാത്സല്യ കുടുംബങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്റ്റിൽ വാട്ടറിലും എൽ സിറ്റിയിലും ഹല്ലേലൂയ ഒക്കലഹോമയുടെ സൗത്ത് നോർത്ത് ഭാഗങ്ങളിലും യോക്കോൺ, മസ്റ്റാങ്, മോറ്, ഹല്ലേലൂയ വാറേക്കർ, ബദിനി, നോർമൻ ഭാഗങ്ങളിൽ പാർത്തുകൊണ്ട് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന എല്ലാ മാന്യ കുടുംബങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഭൂലോകത്തിൻ്റെ വിവിധ സ്ഥാനങ്ങൾ, ഈ രാജ്യത്തിൻ്റെ വിവിധ സ്റ്റേറ്റുകളിലും മറ്റു സ്ഥലങ്ങളിലും ഇരുന്നുകൊണ്ട് ഈ ആരാധനയിൽ ഞങ്ങളോട് ഒരുമിച്ച് പങ്കെടുക്കുകയും ഈ ആരാധനയ്ക്ക് ശേഷം ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഒരായുസിൽ ഒരു പ്രാവശ്യം കൂടെ യേശുവിനെ ആരാധിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നുവല്ലോ. നാം ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കുന്നു. പാട്ടുകാരൻ പറയുന്നു, താൻ വാഴുകയാൽ ആകുലം ഇന്ന് എനിക്കില്ല. എൻ്റെ ജീവിതയാത്രയിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ നമ്മെ ധൈര്യത്തോടെ, ബലത്തോടെ, ക്ഷേമത്തോടെ, ഐശ്വര്യത്തോടെ നടക്കുന്നതിൻ്റെ കാരണം എനിക്കറിയാം. വാഴുന്ന ക്രിസ്തുവുണ്ട്. ഉയരത്തിലെ സിംഹാസനത്തിൽ ലോകത്തിലെ സകല സിംഹാസനങ്ങളും മാറിമറിയുമ്പോൾ, സകല ഭരണങ്ങളും മാറിമറിയുമ്പോൾ, മാറ്റമില്ലാത്ത, നീക്കമില്ലാത്ത, നിത്യമായ നിലനിൽക്കുന്ന സ്വർഗസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി വാഴുന്ന സർവശക്തനായ ദൈവത്തെ ആത്മാവിൽ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിൻ പുത്രനാ യേശു പൂജാതനാ, സ്നേഹിപ്പാൻ ക്ഷേമിപ്പാൻ സൗഖ്യം നൽകിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാ. ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാ. ദൈവത്തിൻ പുത്രനാ യേശു പൂജാ
നാഥനായി സ്നേഹിപ്പാൻ ക്ഷേമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാ എന്നും ജീവിക്കുന്നവൻ എന്റെ കരുതാ താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താ എത്ര ധന്യമേ ഈ ലോക ജീവിതം താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താ എത്ര ധന്യമേ ഈ ലോക ജീവിതം അനാഥനല്ല ഞാൻ അശരണനല്ല ഞാൻ അവകാശിയാണു ഞാൻ പരദേശിയാണു ഞാൻ അത്യുന്നതൻ തൻ തിരുമാവിൽ നിത്യവും ചാരിടും ഞാൻ പ്രമോദമാ അനാഥനല്ല ഞാൻ അശരണനല്ല ഞാൻ അവകാശിയാണു ഞാൻ പരദേശിയാണു ഞാൻ അത്യുന്നതൻ തൻ തിരുമാവിൽ നിത്യവും ചാരിടും ഞാൻ പ്രമോദമാ താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല
Praise the Lord. Hallelujah. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്തൃ ദിവസത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് ദൈവം അവസരമൊരുക്കിയ ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. സങ്കീർത്തനം 27:4-5 നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, അവൻ അനർത്ഥ ദിവസത്തിൽ അവന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതമായ ദൈവമാണ്. അവന്റെ ആലയത്തിൽ പാർക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ ഹല്ലേലൂയ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മൾ വിനിയോഗിക്കണം. കാരണം ദൈവം നല്ലവനാണ്, ദൈവം വിശ്വസ്തനാണ്, ദൈവം നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടാം. ആ മനോഹരം യാഹേ നിന്റെ ആലയം, ഹല്ലേലൂയ, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്. Glory, glory, glory. Hallelujah. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മകൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും
ശോഭിതരാം. Praise the Lord. Hallelujah. ഹന്തല ബൗഡക ജഗദല ഹത്തുനന്ദല ശീരന്തല ബൗഡക ജഗന ഹത്തരെ ശീരക്കടകര. Oh, praise the Lord. Hallelujah. We cannot lose our hope. Praise the Lord. Hallelujah. പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ അവരാണ് നമ്മുടെ പാറ, അവരാണ് നമ്മുടെ ആശ. Praise the Lord. Hallelujah. We thank you, Lord. We thank you, Jesus. Thank you, Lord. Hallelujah. We thank you, Jesus. ഹെബ്രോൻ ചർച്ചിന്റെ സർവീസിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ ആഴ്ചയിലെ അനൗൺസ്മെന്റുകൾ ശ്രദ്ധിക്കുക. തിങ്കൾ, വെള്ളി, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6 മുതൽ പ്രയർ ലൈൻ ഉണ്ടായിരിക്കുന്നതാണ്. ബുധനാഴ്ച വൈകുന്നേരം 6:30 സഹോദരി സമാജം ഉണ്ടായിരിക്കുന്നതാണ്. ഈ ആഴ്ചയിലെ ഇംഗ്ലീഷ് ബൈബിൾ സ്റ്റഡി വെള്ളിയാഴ്ച 7 മണിക്ക് സൂമിൽ ഉണ്ടായിരിക്കുന്നതാണ്. സ്റ്റേ അറ്റ് ഹോം സൺഡേ സ്കൂൾ ക്ലാസ്സസ് സൂമിൽ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ സ്കെഡ്യൂളിന് വേണ്ടി സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുക. ചിൽഡ്രൻസ് ചർച്ചിൻ്റെ പൂർണ്ണ വിവരങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലോ സോണി മാത്യുവിനെ കോൺടാക്റ്റ് ചെയ്യുക. ഈ മാസം മുതൽ നമ്മുടെ സെൽഫ് ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ സൂമിൽ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ മീറ്റിങ്ങുകളിലും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Dear Hebron family, this week's schedule is as follows. Monday, Friday, and Saturday, IPC Hebron prayer line starts at 6:30 p.m. Wednesday, we have the sisters' prayer at 6:30 p.m. Friday, English Bible study start at 7 p.m. Stay-at-home Sunday school classes are now on Zoom. Please contact Sunday school teachers for more information. Check WhatsApp for information regarding Children's Church. Our cell group meetings will be starting on August 21st via Zoom. Remember, even though we are not together physically, we are always together in spirit, and we are one big family. Praise the Lord. It is such a privilege to be with you all this morning preaching God's word. And I'm also glad that I see a few more of our church family members here gathering together in the sanctuary for the first time in a long time, it seems. So praise God for that as well. If your childhood or early adulthood was anything like mine, a question that often popped up in our minds before we did something unwise, but something that was relatively fun was this: is my choice going to lead to an ardi or a warak from my parents? A warak is a scolding, but it might be wise not to translate the word ardi. Everybody should know what that word means. For some of you who are still in that phase, all the commandments in the law can be summarized into one thing. Will this lead to an ardi or a scolding? Often the fear of our parents is the last line of defense to prevent us from getting into trouble. For those who are thankfully out of that phase, we know that our moral considerations were simple because our conscience was not fully formed and we were still maturing in the faith. Now, many years later, after becoming a parent like myself, those roles have reversed, and I'm starting to see why my parents had to do what they had to do. So nowadays, the term God-fearing is not as popular in our lexicon as it was many years ago. Nowadays, when we describe a person who is walking with God, we call them spiritual, or we self-describe ourselves as a spiritual person. After all, why would you want to describe yourself as someone who fears God? Does God want us to be motivated by fear? And perhaps the term fear of God has been maligned by our childhood experiences of, either having a parent not showing that agape love, or us not showing sincerity in obeying our parents and just insincerely doing what they want us to do because we feared them. But when we look at Scripture, this is not the fear of God. The fear of God means
having a reverential awe of God's holiness and His sovereignty. And as we'll see today, the fear of God also means knowing Him as a loving Father who disciplines us for our good. And this is one of the many reasons the Bible says the fear of the Lord is the beginning of wisdom. So in the last 2 weeks, we've been covering the tragic incident in the early church, the first recorded funerals in the church. And as you know, we are in Acts chapter 5 still, and we are talking about the deaths of Ananias and Sapphira. Just to recap the last couple of weeks, we know that, as Peter says in verse 3 of chapter 5, he says, their hearts were filled with Satan. So naturally, being filled with Satan, they followed the path of the father of lies. And they lied to Peter, they lied to the whole church about the fact that they took back a portion of their contribution, but at the same time, they tried to take credit for giving the whole amount. Peter told Ananias, why did you lie to the Holy Spirit? You have not lied to man, but to God. Peter told Sapphira shortly after, why did you both agree together to test the Spirit of the Lord? So we know what happens. The judgment of God comes suddenly and powerfully, and both of them fall down and die immediately. Sometimes we think Ananias and Sapphira were unbelievers that may have crept in the church and no one did not have any understanding of the gospel, or maybe were not spirit-filled. But this is the early church that we're talking about. We've seen many scripture portions which said all of them were filled in the Spirit. Or we see the scripture portions where the apostles are teaching them. So they had the best preaching, best teaching. They were perhaps experiencing the revival-like experiences on a regular basis. In the language of the author of Hebrews, Ananias and Sapphira could be described of those who tasted the heavenly gift, those who shared in the Holy Spirit, those who tasted the goodness of the Word of God, yet fell away from the faith. What a tragic end it was for those two individuals. Upon hearing and witnessing this, Luke says in Acts 5:11, a great fear came upon the whole church and upon all who heard these things. A great fear came upon the whole church. In Greek, this term is phobos megas. We don't need a translation for that. Both terms are used in English. A mega fear, a great fear. This is not the first time Luke describes the church experiencing this fear. He says right after the experience in Pentecost, in Acts chapter 2:43, the same word is used, and awe came upon every soul, and phobos came upon every soul. So this phobos, or fear, or awe, does not come up only when the judgment of God is revealed, but it can also, this healthy fear can come even in the middle of a revival, even the greatest revival like the day of Pentecost. And today morning, I want to bring up two observations regarding the growth of the early church in light of these passages we just read. And first observation is that we see the church growing in the awareness of God's presence. Whether it's on the day of Pentecost or whether it's after the funerals of Ananias and Sapphira, God's hand is being revealed and people are being reminded that He is real. Maybe you and I need a fresh reminder that God's presence is in our midst, whether you are at home or whether you are here in church this morning. Don't take it lightly that God's presence is right there with you. God was watching each one of us even when you think no one else is watching. In Psalm 139, 7 and 8, it says, where shall I go from your spirit? Or where shall I flee from your presence? If I ascend to heaven, you are there. If I make my bed in Sheol, you are there. This awareness of God's omniscience, omnipresence, leads to a healthy fear in Him because He sees everything. And no one can outrun Him and no one can out-hide God. And if you are a child of God, it goes even further. The presence of God is not only around you, but God is working in you. Philippians 2:12 says, therefore, my beloved, as you have always obeyed, and so now, not only as in my presence, but also in my absence, work out your salvation with fear
and trembling, for it is God who works in you both to will and to work for his good pleasure. So Paul is saying it may have been easier to obey the commandments of Jesus in my presence. Paul may have been saying that to the people in Philippi. But even so, in my absence, be aware of this. Carry that same fear of God in you. Work out your salvation in fear and trembling. Why? Why should you work out your salvation in fear and trembling? Because God, the very majestic God who created the heavens and the earth, the very majestic God that pronounced judgments upon those enemies of Israel, that very same God is in work in you, both to will and work for his good pleasure. And child of God, don't forget, again, Almighty God is working inside of you. He is living inside of you. You are a temple of the Holy Spirit. So work out your salvation in fear and trembling, because your daily sanctification is personally handled and managed by the Lord. Now, we can live in a way that pleases everybody else. This is the era of masks. We can wear masks to make everybody have the notion that we are doing fine. But do not forget that the presence of God is around you and within you. He is following you. He sees you wherever you go. In your private moments, he is there. He knows what you're saying. He knows what you're looking at. Live your life in a way that you are aware of the presence of God every moment of your life. Hallelujah. So the first observation, again, is that we see the church growing in the awareness of God's presence. Second, we see that the church is growing in the awareness of God's discipline. The tragedy of Ananias and Sapphira shows us that God is ultimately in charge of disciplining his church. And Peter, being filled in the Spirit, knew what was going to happen. But God is the one who brings a swift judgment. It's not Peter that is putting them to judgment, it is God. And thanks be to God that we're living in an era of grace. But that doesn't mean that we don't face consequences for our actions. If we are sons and daughters of God the Father, just like our own good parents, he will discipline us for our good. If you could turn with me to Hebrews 12, 5 through 11. I'm going to read that passage. Hebrews 12, 5 through 11 is a very familiar passage. And it says, "And have you forgotten the exhortation that addresses you as sons? My son, do not regard lightly the discipline of the Lord, nor be weary when reproved by him. For the Lord disciplines the one he loves, and chastises every son whom he receives." Verse 7, "For it is discipline that you have to endure. God is treating you as sons. For what son is there whom his father does not discipline? If you are left without discipline, in which all have participated, then you are illegitimate children and not sons." Verse 9, "Besides this, we have had earthly fathers who disciplined us, and we respected them. Shall we not much more be subject to the Father of spirits and live?" Verse 10, "For they disciplined us for a short time, as it seemed best to them, but he disciplines us for our good, that we may share his holiness." And verse 11, "For the moment all discipline seems painful rather than pleasant, but later it yields the peaceful fruit of righteousness to those who have been trained by it." In these 6 verses or so, what do we see is the purpose of God's discipline? Verse 7 says that God is treating us as his sons and daughters. The Lord only disciplines whom he loves. Verse 8 says that if we're left without being disciplined, we are illegitimate children. Verse 10 says, through discipline, we share in his holiness. And verse 11 says, through discipline, we can yield the peaceful fruit of righteousness. So the ultimate goal of discipline is to prepare us for eternity. Yes, it will help us also to live a life of humility and a life in reverence, but the actual purpose is that when we are before the judgment seat of Christ, we are found in him tried and true. And even though this is very painful for me to say,
and I'm speaking from my own personal experience and my own personal convictions. I mean, I thank God for every moment of discipline He has brought in my life. Whether it was through painful losses or through unanswered prayers, through the many answers of no in my life, because it has brought me closer to God and it has humbled me. It has made me more understanding of others who are going through suffering and less judgmental when others go through trials. And I want to say also that not every sad and unfortunate circumstance should be interpreted as God's discipline. For example, I don't have any business telling somebody else that what they're going through is for the purpose of being disciplined. Because I cannot say that because I don't know the heart of the person and I'm not God. And we also know from Jesus' own response to the disciples' questions, especially in regards to the blind man who was born from birth blind, Jesus said that the suffering happened, that blindness came because the works of God may be displayed when that person is healed. Also, some circumstances happen for the glory of God, like the reason why Jesus delayed in going to Lazarus' house to raise him from the dead. Jesus allowed Lazarus to die so that God may be glorified. And some circumstances happen because we are in a broken world. Jesus said that in this world you'll have trouble, but take heart, I've overcome the world. So as we live this world, we're going to encounter trouble, and some of it will be for the purpose of discipline, not everything. The answer why something bad is happening to us is the hardest question to answer, and this is the question that we should individually take to God. Like a good father, God Himself will reveal the reason to you, or He might just give you a joy and peace and give you assurance that He loves you and He's keeping you in the palm of His hands. And as the worship team comes up, I also want to recap. So we're seeing the early church growing in the fear of the Lord and being more aware of God's presence in them and around them. And they're also seeing God's discipline at work in the church. So in the next few moments we have, let us take a moment and remind ourselves of God's presence in our life. Yes, God may be silent at times. And yes, God cannot be seen with our human eyes, but God is still there. Sometimes we forget that we are the temple of the Holy Spirit. Be reminded by this truth that God, the Holy Spirit, is partnering with us in this very moment to make us more like Jesus. If you are a believer in Christ, this is the basic truth, that you are the temple of the Holy Spirit. And as we read earlier, let us work out this salvation with fear and trembling because we are the temple of the Holy Spirit. We cannot be casual or laid back or lackadaisical about this. We have to actively work out our salvation because God is at work in us. Sometimes we forget that we have been bought by God. God the Son shed His blood on the cross for us, and He bought us at a price. God's justice and holiness demanded blood to be shed for our sin. And God in His love came down and He fulfilled His own holy demand Himself because He knew that we could never satisfy His holy demands. We belong to Jesus by the purchase of His blood. Hallelujah. Never forget the holiness of God and be in fear and trembling, knowing that it was the Holy Son of God who took upon the sins of humanity on Himself on our behalf. And lastly, never forget that we have a Heavenly Father. Hallelujah. God the Father so loved us that He sent His only begotten Son, whom He beloved. He sent His beloved Holy Spirit to us. We are His beloved children. The Spirit of God tells us in our spirit that it gives us a cry of Abba, Father. We are the children of a Heavenly Father. And like every good father, He will discipline us for our good. And even in the midst of that discipline, know this fully well, that He will never leave us nor forsake us. There's a purpose behind every moment in our life. So what more do we need than God Himself? Hallelujah. What more than we need than His presence? Let us humble ourselves, come in holy fear and reverence before Him,
Let us ask for more of him in our life. May God bless you with these words. Can we all turn to Psalms 54? For starters, I just want to say it's good to be back. So, miss all of you. Psalms 54. O God, save me by your name and vindicate me by your might. O God, hear my prayer. Give ear to the words of my mouth. For strangers have risen against me. Ruthless men seek my life. They do not set God before themselves. Behold, God is my helper. The Lord is the upholder of my life. He will return the evil to my enemies, and your faithfulness put an end to them. With a freewill offering, I will sacrifice to you. I will give thanks to your name, O Lord, for it is good. For he has delivered me from every trouble, and my eye has looked in triumph on my enemies. So, the last 5 months since I've been away, I've been convicted by a number of things. But one of the things that I've been convicted by the most is the fact that we're living in a world, obviously, that's in a really broken place. There's a lot going on. There's a lot of difficulties and problems. And the story that the Lord has reminded me of, which is a very common and familiar story, is the story of Peter walking on the water. It's very familiar. We see it in Matthew 14. And the reason that story stood out to me a lot more lately is because of the fact that the Lord has been convicting me about the fact that I am paying more attention to what I'm seeing and allowing those things to take a precedence over my life and dominion over my life than Jesus. So if you look at that story, what happens is Peter walks on the water, he starts looking around and he starts seeing the wind, and he starts freaking out and he starts sinking. The moment he starts sinking, he cries out to Jesus to save him. And Jesus says, "Oh, you of little faith." But Jesus stretches out his hand and he brings him back up. Now I want you to think about society right now. Society is paying attention to everything it's seeing. Now, I'm not telling you to be ignorant and not pay attention to what's going on in the world, but what I want you to understand is when you pay more attention to what you're seeing, what about those people that don't even know Jesus is there? Think about that. You get so deep into your problems, you get so deep in your issues, you look at what's going on in this world, and you don't even realize Jesus is there as you're sinking. Because if you don't even know if he's there, you don't even realize he can save you. And so to everybody that's watching, I want to make something very clear. I know we're going through a hard time as a society, but I want you to know the authority and dominion that Jesus has in your life, and not to forget that. The moment you stop realizing that Jesus is over your situation, you have made an idol out of your problems. That needs to stop. The body of Christ needs to be better. The body of Christ has to be better, because I'm seeing a lot of people, they're acting out of fear, anxiety, worry, depression, isolation, all these different feelings. And they're acting in those feelings because they are submerging themselves with what the world is offering. They're not submerging themselves in the Word of God. They're not abiding in Christ. They're not acknowledging who he is over their situation. Give Jesus the dominion and authority over your life. If you do not do that, you will sink. And the sad thing is, you will sink and you won't even call out to Jesus to save you, because he is a gracious, merciful God that will save you. And as we sing these songs, let's come back to Jesus knowing that he has the supreme authority over our lives, because he is a gracious, good, and loving God. I have not much to offer you, not near what you deserve, but still I come because your cross has placed in me my worth. Oh, Christ, my King of sympathy, whose wounds secure my peace. Your grace extends to call me friend. Your mercy sets me free.
grace, because of your mercy, I stand here unashamed. I can't explain this kind of love. I'm humbled and amazed that you'd come down from heaven's heights and greet me face to face. And I know I'm weak, I know I'm unworthy to call upon your name, but because of grace, because of your mercy, I stand here unashamed. And I know I'm weak, I know I'm unworthy to call upon your name, but because of grace, because of your mercy, I stand here unashamed. Here I am at your feet, in my brokenness complete. Here I am at your feet, in my brokenness complete. Here I am at your feet, in my brokenness complete. Here I am at your feet, in my brokenness complete. Here I am at your feet, in my brokenness complete. Here I am at your feet, in my brokenness complete. And I know I'm weak, I know I'm unworthy to call upon your name, but because of grace, because of your mercy, I stand here unashamed. And I know I'm weak, I know I'm unworthy to call upon your name, but because of grace, because of your mercy, I stand here unashamed. I stand here unashamed. Thank you, God. Thank you, God. In the quiet, in the stillness, I know that you are God. In the secret of your presence, I know there I am restored.
day again I'll choose. There is no one else for me, none but Jesus, crucified to set me free. Now I live to bring you praise. In the chaos and confusion, I know you're sovereign still. In the moment of my weakness, you give me grace to do your will. When you call, I won't delay. This my song through all my days. There is no one else for me, none but Jesus, crucified to set me free. Now I live to bring you praise. There is no one else for me, none but Jesus, crucified to set me free. Now I live to bring you praise. And all my delight is in you, Lord. All of my hope, all of my strength, and all my delight is in you, Lord, forevermore. All my delight is in you, Lord. All of my hope, all of my strength, all my delight is in you, Lord, forevermore. There is no one else for me, none but Jesus, crucified to set me free. Now I live to bring you praise. There is no one else for me, none but Jesus, crucified to set me free. Now I live to bring you praise. All my delight, all my delight is in you, Lord. All of my hope, all of my strength, all my delight is in you, Lord, forevermore.
വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം നാം വായിക്കുന്നു. We're going to read from Matthew chapter 27, verse 17 today. അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട്, ബറബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരേണം എന്ന് ചോദിച്ചു. So when they had gathered, Pilate said to them, "Whom do you want me to release to you, Barabbas or Jesus, who is called Christ?" ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ വേദഭാഗം ഉച്ചരിക്കുന്നു. Let me repeat that one more time. മത്തായി 27:17. Matthew 27, verse അവർ 17. കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട്, ബറബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരേണം എന്ന് ചോദിച്ചു. So when they had gathered, Pilate said to them, "Whom do you want me to release to you, Barabbas or Jesus, who is called Christ?" ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണിത്. This is something that happened 2000 years ago. കൃത്യമായി പറഞ്ഞാൽ AD 33-ാമത് ആണ്ട് ഏപ്രിൽ മാസം 3-ാം തീയതി പ്രഭാതത്തിൽ നടന്ന ഒരു സംഭവം. On April 3rd, 33 is when exactly this happened. പീലാത്തോസ് ഗവർണറായിരുന്ന പീലാത്തോസിന്റെ അരമനയുടെ നടുത്തളത്തിൽ മുഴങ്ങിക്കേട്ട ഒരു ചോദ്യമാണിത്. This is a question that was heard resounding in the governor Pilate's office. ഇന്ന് പകൽക്കാലം നാം ഈ ചോദ്യം നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നു. Let me ask you the same question to you today. ആരെ നിങ്ങൾക്ക് വേണം? Whom will you choose? ഇന്ന് നമ്മുടെ പ്രസംഗത്തിന്റെ ഈ വചനചിന്തയുടെ ഹല്ലേലൂയ തലക്കെട്ട് ഇതാണ്, ആരെ നിങ്ങൾക്ക് ആവശ്യം. This is the title of our message. Whom do you want? ഗെത്സമന തോട്ടത്തിൽ രക്തം വിയർപ്പാക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം, After praying on the Garden of Gethsemane, sweating blood, മഹാപുരോഹിതന്മാരുടെ ചേവകരും പടയാളികളും പുരുഷാരും ഒക്കെ വടിയും വാളും കുന്തവും വേലുമായി കടന്നു വന്ന് യേശുവിനെ പിടിക്കുന്നു. the priests and the scribes are coming and gathering and capturing Jesus. അവിടെ നിന്ന് യേശുവിനെ ആദ്യം മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അരമനയിലേക്ക് കൊണ്ടുപോയി. And he was taken to the place of Caiaphas. അവിടെ നിന്ന് അവിടെ വെച്ച് യേശുവിന്റെ മുഖത്ത് തുപ്പുന്നു, അവനെ മുഷ്ടി ചുരുട്ടി കുത്തുന്നു, കന്നത്തടിക്കുന്നു, അവനെതിരെ ദൂഷണങ്ങൾ ആരോപിക്കുന്നു. All kind of persecution is put upon Jesus. He is spat upon, he is beaten, his beard is plucked. ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു, ഊനമില്ലാത്ത കുഞ്ഞാടായ ദൈവപുത്രൻ, The perfect Lamb of God, Jesus Christ. നിത്യത മുതൽ ബെത്ലഹേം വരെ പാപമറിയാത്തവൻ, The one from eternity to Bethlehem who did not know sin. ബേത്ലഹേം മുതൽ കാൽവറി വരെ പാപം ചെയ്യാത്തവൻ, The one from Bethlehem to Calvary who did not commit any sin. വീണ്ടും കാൽവറി മുതൽ നിത്യത വരെയും പാപമില്ലാത്തവൻ. Oh, from Calvary to eternity, he does not have any sin. ഇതാ കുറ്റാരോപിതനായി പീലാത്തോസിന്റെ അരമനയുടെ മുമ്പിൽ നിൽക്കുന്നു. He is standing in front of Pilate, accused in front of him. മൗനമായി നിൽക്കുന്ന കുഞ്ഞാടായി യേശു അവിടെ നിൽക്കുകയാണ്. When we see the Lamb of God being silent in front of them. ആ കാലത്ത് റോമ സാമ്രാജ്യത്തിന്റെ ഒരു പതിവായിരുന്നു ഉത്സവ സമയത്ത് ഒരു തടവുകാരനെ സൗജന്യമായി വിട്ടയക്കുക. It was a custom during that time that during the feast the governor would pardon a single prisoner according to what the crowd said. ഈ പതിവ് ഉപയോഗിച്ചുകൊണ്ട് പീലാത്തോസ് ഇപ്പോൾ ചോദിക്കുന്നു. So now Pilate is asking the crowd, following this custom. തടവിലായിരുന്ന ക്രൂരനും നിഷ്ഠൂരനും കൊലപാതകയുമായിരുന്ന ബറബാസ് എന്ന ഒരുവനെ കൊണ്ടുവന്ന് നിർത്തി. They brought a terrible criminal named Barabbas in front of them. തൊട്ടപ്പുറത്ത് യേശുവുമുണ്ട്. And next to him is Jesus. തടിച്ചുകൂടി നിൽക്കുന്ന ആരവം മുഴക്കുന്ന ജനത്തോട് പീലാത്തോസ് ചോദിക്കുന്നു, ആരെ നിങ്ങൾക്ക് ആവശ്യം? And the roaring crowd, to them the Pilate is asking, who do you want? ഇവരിൽ ആരെ നിങ്ങൾക്ക് വേണം? Whom do you want out of these two? ബറബാസിനെയോ യേശുവിനെയോ? Do you want Barabbas or Jesus? കുലപാതകനായ ബറബാസിനെ വേണോ അതോ നീതിമാനായ യേശുവിനെ വേണോ? Do you want the criminal Barabbas or do you want the righteous one Jesus? ക്രൂരനും നിഷ്ഠൂരനുമായ ബറബാസിനെ വേണോ അതോ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്ന യേശുവിനെ വേണോ? Do you want the notorious criminal Barabbas to be let go or do you want Jesus Christ? അവിടെ തടിച്ചുകൂടിയ ജനം യാതൊരു മടിയുമില്ലാതെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ബറബാസിനെ മതി. The crowd that was gathered there without any hesitation said, we want Barabbas to be free. യേശുവിനെ ക്രൂശിക്ക എന്നവർ ആർത്തട്ടഹസിച്ചു. They cried, crucify him about Jesus. ഇന്നു പകൽ നാം ധ്യാനിക്കുന്നത്, What we are meditating on today, നാം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നുപെട്ടാൽ, if this question is asked in front of us, തീരുമാനങ്ങൾ
യുക്തമായി വ്യക്തമായി എടുക്കേണ്ട അവസരങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ വരുമ്പോൾ, when decisions need to be made that are very clear in front of our eyes, ഇന്ന് പകൽ നമ്മൾക്കാരെ വേണം? whom do we want today? നാം ഇന്ന് രാവിലെ എന്തിനെ തിരഞ്ഞെടുക്കും? ആരെ തിരഞ്ഞെടുക്കും? Whom will we choose when we have that decision to make? ചരിത്രം പറയുന്നത് ശരിയാണെങ്കിൽ, If history is correct, ചരിത്രത്തിൽ നിന്ന് നാം വായിക്കുന്നതാണല്ലോ നമ്മുടെ അറിവുകൾ എന്ന് പറയുന്നത്. many of the knowledge we have is from historical facts. ഇപ്പോൾ ഗൂഗിളിന്റെയും സീരിയുടെയും ഒക്കെ കാലമായതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സെർച്ച് ചെയ്യാം. You can fact check me with Google or Siri right away. പണ്ട് സഭാകളിൽ ഇരിക്കുമ്പോൾ ഫോണൊക്കെ ഉപയോഗിക്കുന്നത് വിലക്കപ്പെട്ട സമയമായിരുന്നു. In churches, phone was discouraged in the past. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും എൻകറേജ് ചെയ്യാണ്, എല്ലാവരും ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ചോണെന്ന്. I'm encouraging everyone to hold their phones up. അതുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ഇതൊക്കെ സെർച്ച് ചെയ്യാൻ. So everyone is free to search these facts. ചരിത്രം പറയുന്നത് ശരിയാണെങ്കിൽ, If history is correct, ബറബാസിന്റെ പൂർണ്ണ പേര് ജീസസ് ബറബാസ് എന്നാണ്. Barabbas' name was Jesus Barabbas. കണ്ടാൽ വലിയ സാമ്യമുള്ള പേര്, യേശുവിനോടുള്ള പേര് തന്നെയാണ് ജീസസ് ബറബാസ്. It was a very similar name to the Lord Jesus Christ. ആ കാലങ്ങളിൽ പലർക്കും ജീസസ് എന്ന് പേരുണ്ടായിരുന്നു. Many people at that time had the name Jesus. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ, When you read Acts chapter 13 verse 6, അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും ഒക്കെ ഒന്നാം മിഷണറി യാത്രയിൽ in the first journey of Paul and Barnabas, അവർ കുപ്രോസ് എന്ന ദ്വീപിലെത്തി. when they went and reached Cyprus, അവിടെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, അവന്റെ പേര് ബർ ജീസസ് എന്നാണ്, ബർ യേശു എന്നായിരുന്നു. his name was Bar Jesus, a man they met in Cyprus. ബാർ എന്ന വാക്കിന്റെ അർത്ഥം മകൻ എന്നാണ്. Bar means son of. അതിന്റെ അർത്ഥം യേശുവിന്റെ മകൻ എന്നാണ്. എലിമാസ് എന്ന വിദ്വാൻ മന്ത്രവാദിയായിരുന്നു, പേര് യേശുവിന്റെ മോൻ എന്നാണ്. Even though he was a magician, his name was that he was a son of Jesus. ഇവിടെയും ബറബാസിന്റെ പേര് ജീസസ് ബറബാസ് എന്നായിരിക്കാം. Here his name was Jesus Barabbas. ഞാൻ ഓർപ്പിച്ചതുപോലെ ആ പേരിന്റെ അർത്ഥം, The name means, ബർ എന്ന് പറഞ്ഞാൽ മകനും, Bar means son. അബ്ബാസ് എന്ന് പറഞ്ഞാൽ അല്ലെ പിതാവിന്റെ അല്ലെ പുത്രനായ ബറബാസ്. Abbas means that he is the son of the father. നമുക്കറിയാം ബർ എന്ന് പറഞ്ഞാൽ മകൻ എന്നാണ്. Bar means son. ബർ ജോന ഷീമോൻ എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ മകനായ ഷീമോൻ. Bar Jonah means the son of Jonah, is what it means. ബർത്തിമായി എന്ന് പറഞ്ഞാൽ തിമായിയുടെ മകനായ ബർത്തിമായി. Bartimaeus means the son of Timai. അപ്പോൾ ഇവിടെ യേശുവിനോടൊപ്പം നിൽക്കുന്നവന്റെ പേരും പിതാവിന്റെ പുത്രൻ എന്നാണ്, ബർ അബ്ബാസ്, പിതാവിന്റെ പുത്രനായ അല്ലെ ബറബാസ്. So the person brought out here is also named Jesus Barabbas, which means, തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു. and next to him is Jesus Christ, the Son of ഇന്ന് God. പകൽക്കാലം ഇവിടെയാണ് തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത വരുന്നത്. This is where we have to choose this morning. ഒരു വശത്ത് ലോകത്തിന്റെ സന്തതി നിൽക്കുന്നു, One corner standing is the son of the world. ഒരു വശത്ത് ജഡത്തിന്റെ സന്തതി നിൽക്കുന്നു, The son of the flesh is on the other side. മറുവശത്ത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു നിൽക്കുന്നു. But on the other side is the Lord Jesus, the Son of ഇന്ന് God. പകൽ നിങ്ങൾക്ക് ആരെ വേണം? Who do you want today? നിങ്ങൾക്ക് ലോകത്തെ വേണോ, ജഡത്തെ വേണോ, അതോ യേശുവിനെ വേണോ? Do you want the world and the flesh, or do you want Jesus? ആരെ നിങ്ങൾക്ക് ഇന്ന് രാവിലെ ആവശ്യം? Whom will you choose today? ഒരു വശത്ത് പാപത്തിന്റെ സന്തതി, One is the descendant of sin, മറുവശത്ത് പരിശുദ്ധനായ ക്രിസ്തു നിൽക്കുന്നു. and on the opposite side is the Holy One Christ. ഒരു വശത്ത് തിന്മയുടെ പ്രതിനിധി നിൽക്കുന്നു, One side is the one who represents all of sin, മറുവശത്ത് ജീവനായകനായ ക്രിസ്തു നിൽക്കുന്നു. and the other side is the one who gave life, the Lord Jesus. ഒരു വശത്ത് ഇരുട്ടിന്റെ മകൻ നിൽക്കുന്നു, One side is the son of darkness, മറുവശത്ത് വെളിച്ചത്തിന്റെ പുത്രനായ യേശു നിൽക്കുന്നു. but on the other side is the son of light, the Lord Jesus. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ആരെ ആവശ്യമാണ്? Whom do you want this morning? പ്രിയരെ, നാം ഇന്ന് രാവിലെ ചിന്തിക്കണം. We need to pay attention. നന്നായി തന്നെ ഗ്രഹിക്കണം. We need to understand wisely. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ, നമ്മുടെ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന്. What are our decisions this morning? വളരെ ദയനീയമായി കാണുന്ന ഒരു ആത്മീയ അധപ്പതനമാണ് ഈ ആത്മമണ്ഡലത്തിൽ ഇന്ന് കണ്ടുവരുന്നത്. In the spiritual realm, we are seeing so much decadence. ആർക്കും യേശുവിനെ വേണ്ടാതായിരിക്കുന്നു. No one wants Jesus. എല്ലാവർക്കും ബറബാസുമാരെ മതി. People only want Barabbases. യേശുവിന്റെ ഉപദേശം വേണ്ട, They don't want the teaching of Jesus. യേശുവിന്റെ പ്രമാണം വേണ്ട, They don't want the holiness of Jesus. ജീവിതം നന്നാക്കുന്ന വചനം വേണ്ട, They don't want the word that will prepare their hearts. ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുന്ന നിത്യതയുടെ ദൂത് വേണ്ട. They don't want the living word of God that will give meaning to life. എല്ലാവർക്കും ചെവിക്കുമ്പമുള്ള ഇക്കിളിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ മതി. But they only want things that will please their
their ears. അതാണ് പ്രിയരെ മറ്റൊരു സുവിശേഷം. Oh, that is a different അതാണ് gospel. മറ്റൊരു യേശു. That is a different Jesus. അതാണ് മറ്റൊരു ആത്മാവ്. That is a different spirit. ഇന്ന് പകൽ നെഞ്ചോട് ചേർത്ത് കൈവച്ചു പറയണം, Oh, can you put your hand to your chest? എനിക്ക് ലോകം വേണ്ട, ലോകത്തിന്റെ ഇമ്പം വേണ്ട, എനിക്ക് എന്റെ യേശുവിനെ മതി. I don't want the world or the desires of the world. I want Jesus. മറ്റു ഭക്തന്മാർ ആത്മാവിൽ അങ്ങനെ പാടിയത്. Oh, that is how the spiritual എനിക്ക് forefathers എന്റെ sang. യേശുവിനെ കണ്ടാൽ മതി. I just want to see my Jesus. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. All the pleasures of this world will be gone. എന്റെ ആത്മീയ സഭകളുടെ നേതൃത്വങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് But the reasons that leadership is faltering these days കഴിവില്ലാഞ്ഞിട്ടല്ല. is not because of the lack of abilities. പഠിപ്പുണ്ട്, പണമുണ്ട്, പദവിയുണ്ട്, അധികാരങ്ങളുണ്ട്. Many of them have teachings and learning and power and പക്ഷേ dominion. എന്തേ നാം ഇന്ന് കാണുന്ന പല ആത്മീയ നേതൃത്വങ്ങളും പരാജയമായി പോയത്? But the reason that many of the spiritual leadership is failing വേണ്ടത്ര ദൈവവചനത്തിൽ നിശ്ചയമില്ലാത്തവർ, is people that are not studying the Word of God. വേണ്ടത്ര ജീവിത പരിശീലനമില്ലാത്തവർ, They don't have the life practicing the Word. ജീവിത വിശുദ്ധിയില്ലാത്തവർ, They don't have the holiness in their life. പ്രസംഗിക്കുന്നത് അതുപോലെ ജീവിക്കുവാൻ അറിയാതെ പോയവർ, Oh, when they do not practice what they preach. കുടുംബം നന്നായി ഭരിക്കാൻ അറിയാത്തവർ, They don't know how to rule their families. ഒരു ലോക്കൽ സഭയിൽ പോലും ഒരു ദിവസം പോലും പാസ്റ്ററായിരിക്കാത്തവർ, Oh, people that are not even a pastor for one time in a local church. പിൻവാതിൽ കൂടെ കുറുക്കു വഴിയിൽ കൂടെ നേതൃത്വങ്ങൾ എത്തുമ്പോൾ Oh, when they are finding back doors to get into leadership. അവിടെയാണ് ആത്മീയ സഭാ സംഘടനകൾ തകരാൻ തുടങ്ങിയത്. That is where the spiritual organizations have failed. എന്നെ തെറ്റിദ്ധരിക്കരുത്. Oh, don't misunderstand me. നമുക്ക് നല്ല നേതൃത്വങ്ങളുണ്ട്. We have good leadership. നന്നായി വചനം പറയുന്നവർ, Oh, people that preach the word well. നന്നായി സമർപ്പണമുള്ളവർ, The people that are dedicated. അത് ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. Oh, they are proving it with their lives and with the word. അവരെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട്. I am proud of them, yes. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank the Lord for them. ബറബാസുമാരെ തിരഞ്ഞെടുത്താൽ, But if you choose Barabbas, ജഡത്തിന്റെ പുത്രന്മാരെ നേതൃത്വങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ, if you bring son of the flesh of the world into ജഡത്തെ leadership, കീഴ്പ്പെടുത്തുവാൻ അറിയാത്തവരെ, oh, the people that do not know how to control their പാപത്തെ flesh, തോൽപ്പിക്കാൻ അറിയാത്തവരെ, oh, the people that don't know how to defeat sin, ദൈവവചനം നന്നായി കൈകാര്യം ചെയ്യുവാൻ അറിയാത്തവരെ, the people that don't know the true word of God, മുൻനിരയിൽ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ if you put them in the front row, ദൈവസഭകൾ അധപ്പതിക്കുമെന്നുള്ളത് സത്യം തന്നെയാണ്. the churches will decline. That is true. ഇന്ന് പകൽക്കാലം നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? Whom will you choose today? നമുക്ക് നോക്കാം വിശുദ്ധ തിരുവെഴുത്തിൽ ചില ഉത്തമ തീരുമാനങ്ങൾ എടുത്തവരെ. Oh, let us look into the word to some people who made the right ഞാൻ ഈ decisions. പറയുന്നതെല്ലാം വളരെ സുപരിചിതമായ സംഭവങ്ങളാണ്. You are all familiar with what I'm going to say. ആവർത്തിച്ച് നിങ്ങൾ കേൾക്കുന്ന വിഷയങ്ങളുമാണ്. And you have heard this over and over. നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തിയവരുണ്ട്. The people that have made the right choice. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. Ponder on a couple of things. എബ്രായ ലേഖനം 11-ാം അധ്യായം In Hebrews chapter 11, 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ഒന്നാമത്തെ ചിന്ത. 24 to 26. നാം വായിക്കുന്നു, We read there, വിശ്വാസത്താൽ മോശ താൻ വളർന്നു വന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. by faith Moses, when he had grown up, refused to be called the son of Pharaoh's daughter, choosing rather to be mistreated with the people of God. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്നത് നിരസിച്ചിട്ട്, After refusing to be called the son of Pharaoh's daughter, മിസ്രയീമിലെ സകല നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. he considered the reproach of Christ greater than any of the fleeting pleasures of Egypt. മോശ എടുത്ത 3 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. Moses had made 3 important decisions. തൊട്ടപ്പുറത്ത് അതിനോട് കിടപിടിക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ലോകത്തിന്റെ 3 സമ്പ്രദായങ്ങൾ. And next to it is 3 things of the world that stands against it. മിസ്രയീമിലെ ഫറവോന്റെ കൊട്ടാരത്തിൽ സകല ആഡംബരങ്ങളോടും സമ്പൽ സമൃദ്ധിയോടും വളർത്തപ്പെട്ടവനാണ് മോശ. Moses was raised in the palace of the Pharaoh, and he had all the things of Egypt. ഇന്ന് പകൽക്കാലം എല്ലാ പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും എന്നെ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. Every person listen to me carefully. പക്ഷേ ആ വളർന്നു വരുന്ന മോശയുടെ ഉള്ളിന്റെ ഉള്ളിൽ, But inside the heart of Moses, who was growing up, തനിക്ക് ജന്മം കൊടുത്ത തന്റെ മാതാവ് പറഞ്ഞു കൊടുത്ത ഒരു പദം നിഴലിച്ചു നിൽക്കുന്നു. there was something inside his heart that his mother who gave birth to him had taught him. കുഞ്ഞേ നീ ഒരു എബ്രായനാ. Oh child, you are a Hebrew. കുഞ്ഞേ നീ ഒരു എബ്രായനാ. You are a Hebrew child. നിന്റെ
വേഷം മിസ്രൈമിന്റെയാ. Oh, you might be wearing clothes of നിന്റെ Egypt. ഭാഷ മിസ്രൈമിന്റെയാ. You might speak like the നീ Egyptians. പാർക്കുന്നത് ഈജിപ്തിന്റെ കൊട്ടാരത്തിലാ. You might live in the palace of നീ Egypt. കൈപിടിച്ച് നടക്കുന്നത് ഫറവോന്റെ കൈയായിരിക്കാം. You might hold the hand of Pharaoh as you walk. നീ കാണുന്നതും കേൾക്കുന്നതും മിസ്രൈമിന്റെ ആചാരങ്ങളാണ്. You might hear and see the things of Egypt. പക്ഷെ നീ ഒരു എബ്രായനാണ്. But you are a Hebrew നീ child. മിസ്രൈമിനല്ല, നീ ഒരു എബ്രായനാണ്. You are not an Egyptian, you are a Hebrew. നാട് വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ട അബ്രഹാമിന്റെ 4-ാം തലമുറയാ നീ. You are the 4th generation of Hallelujah. Abraham. 4-ാം തലമുറയാണ്. Oh, you are the 4th generation. തേജോമനായ ദൈവത്തെ കണ്ട് ഇറങ്ങി പുറപ്പെട്ട തിളക്കമുള്ള കണ്ണുകളുടെ ഉടമയായ അബ്രഹാമിന്റെ 4-ാം തലമുറയാ നീ. Oh, you are in the 4th generation of Abraham who had let go of everything and reached here. IPC ഹെബ്രോനിലെ ദൈവമക്കൾ Oh, as the children of God in IPC Hebron, ഞങ്ങളുടെ തലമുറകളോട് വിളിച്ചു പറയുന്നു. can you say to your generation, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് വിളിച്ചു പറയുന്നു. we say to our children, കുഞ്ഞേ നീ ഒരു എബ്രായനാ. child, you are a Hebrew. മോളെ മോനെ നീ ഒരു എബ്രായനാ. Oh, son, daughter, you are a Hebrew ജീൻസ് child. ഇട്ടാലും സാരി ഉടുത്താലും ചുരിദാർ ഇട്ടാലും മുണ്ടും ഷർട്ടോ ഏതിട്ടാലും അമേരിക്ക പാർത്താലും നീ ഒരു എബ്രായനാണ്. No matter what you wear, you live in America, you are a Hebrew. എത്ര പേര് ഇന്ന് രാവിലെ കർത്താവിന് സ്തോത്രം ചെയ്യും? How many of you will praise the Lord? കാലം മാറിയാലും നീ ഒരു എബ്രായനാ. Even though times may change, you are a അമേരിക്ക Hebrew. പാർത്താലും ഇന്ത്യ പാർത്താലും നീ ഒരു എബ്രായനാണ്. Whether you live in America or India, you are a നീ Hebrew. ഒരു ദൈവ പൈതലാണ്. You are a child of നീ ഒരു God. ദൈവ പൈതലാണ്. You are a child of ആരുടെ God. കൂടെ സഹകരിച്ചാലും എവിടെ പോയാലും എന്ത് കഴിച്ചാലും മറക്കരുത് നീ ഒരു എബ്രായനാണ്. No matter who you mingle with, who you eat with, you are a Hebrew. ഇത് ഉള്ളിലുണ്ടെങ്കിൽ If you understand that inside of you, വ്യക്തമായ തീരുമാനമെടുക്കേണ്ട കാലഘട്ടം വരുമ്പോൾ oh, when there is a time for a decision, നീ തീരുമാനമെടുക്കുവാൻ മടി കാണിക്കത്തില്ല. you will not be afraid to make that hard decision. 40-ാമത്തെ വയസ്സിൽ മോശ ചില തീരുമാനങ്ങൾ എടുത്തു. At the age of 40, he had to make some decisions. മോശ എടുത്ത ഒന്നാമത്തെ The തീരുമാനം, first decision he made, പാപത്തിന്റെ തൽക്കാല ഭോഗവും സന്തോഷം എനിക്ക് വേണ്ട. I don't want to take part in the passing pleasures of sin. പാപവഴികൾ രസിച്ച് എന്റെ ജീവിതം എനിക്ക് പാഴാക്കണ്ട. I don't want to let go of my life like exploring sinful things. മറിച്ച് എന്ത് തീരുമാനം എടുത്തെന്നറിയാമോ? But instead, what did he choose? ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കണം. He wanted to choose to be suffering with the people of God. ദൈവജനത്തിന്റെ കഷ്ടതയിൽ എനിക്ക് പങ്കാളിയായി മാറണം. I want to be a partaker in the suffering of the people of അപ്പൊ God. നിങ്ങൾ ചോദിക്കും ഒരു ദൈവ പൈതലിന്റെ കഷ്ടത എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. So you might ask me, what is this ill treatment of being a child of God? ദൈവമക്കളെ, ആഹാരമില്ലാത്തതും വസ്ത്രമില്ലാത്തതും പാർപ്പിടമില്ലാത്തതും അല്ലെങ്കിൽ കടഭാരമുള്ളതും രോഗമുള്ളതും പീഡകളും ഒന്നും അല്ല ഒരു ദൈവ പൈതലിന്റെ കഷ്ടത എന്ന് പറയുന്നത്. Oh, child of God, it is not the things of the world that is the ill treatment of the child of God. അത് കേവലം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് നമുക്ക് We മാറ്റിവെക്കാം. can say those are little hindrances. അപ്പൊ ഒരു ദൈവ പൈതലിന്റെ കഷ്ടത എന്താ? So what is the true ill treatment? മോശ എന്ത് കഷ്ടതയാ തിരഞ്ഞെടുത്തത്? What did Moses choose to be suffering? ദൈവമക്കളെ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിയായി തീരുന്നതാ ഒരു ദൈവ പൈതലിന്റെ കഷ്ടത. To be a partner in the suffering of Christ is the ill treatment he chose. യേശുവിന്റെ സ്വഭാവത്തോട് ഞാൻ അനുരൂപപ്പെടുമ്പോൾ When I become in the behavior of Christ, ലാഭമായിരുന്ന പലതും വേണ്ട എന്ന് വെക്കേണ്ടി വരും. I will need to let go of many things that are profitable. എന്നെ ശകാരിക്കുമ്പോൾ തിരിച്ച് ശകാരിക്കാതിരിക്കേണ്ടി വരും. Oh, when people do evil against me, I cannot repay with evil. കഷ്ടം അനുഭവിക്കുമ്പോൾ ഭീഷണം പറയാതിരിക്കണം. When I am suffering, I cannot say something back. അപ്പോൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷമുണ്ടല്ലോ, Oh, when you are going through that ridicule at that time, എന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, when my rights are being forsaken, പരസ്യമായി ആക്ഷേപിക്കപ്പെടുമ്പോൾ, when I am being ridiculed in public, നിന്ദിക്കപ്പെടുമ്പോൾ, when I am ridiculed, നിന്റെ അകത്തേൽക്കുന്ന മുറിവുണ്ടല്ലോ, oh, that pain that you have അതിന്റെ inside, പേരാ കഷ്ടത എന്ന് പറയുന്നത്. that is the ill treatment that is talking about. 2, Oh, the next, ഈ ലോകത്തിലെ ചില നന്മകളും oh, the things of this world, പാപത്തിന്റെ ഇച്ഛകളും oh, the desires of sin, ആ ഇഷ്ടങ്ങളെ കീഴ്പ്പെടുത്തുവാൻ എന്റെ അകത്തുണ്ടാകുന്ന സംഘർഷമുണ്ട്. oh, there is a desire to overcome that in my heart. That is that. Everything that exalting against the perfect will of God, I need to bring it into submission. The pain and agony which I go through, that is what I call the affliction of Jesus Christ. The affliction of Christ is bringing everything into subjection that is against the will of God. പാപ ഇച്ഛകളെ പിടിച്ചടക്കുമ്പോൾ, Oh, when sin tries to capture, പാപത്തോട് പോരാടി നിൽക്കുമ്പോൾ, oh, when I am fighting against sin, അകത്തുണ്ടാകുന്ന ആ മാനസിക അവസ്ഥ oh, that mental state that I'm in, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. I have ഒരു experienced that. പെന്തക്കോസ്തുകാരനായി ജനിച്ചതുകൊണ്ട്, Because I was born a ഒരു Pentecostal, പാസ്റ്ററുടെ മകനായി ജീവിച്ചതുകൊണ്ട്, because
I was a pastor's child, നിന്നയും അപമാനവും ആക്ഷേപവും അന്നും കേട്ടിട്ടുണ്ട്, ഇന്നും കേൾക്കുന്നുണ്ട്. I am hearing ridicule then and now. ഈ ദിവസങ്ങളിൽ അനേക ദൈവദാസന്മാരുമായി പേഴ്സണലി സംസാരിക്കാറുണ്ട്. I speak with many pastors ഈ personally. കഴിഞ്ഞ 5 മാസമായി സഭാ ഹാളില്ല, ആലയമില്ല, കൂട്ടായ്മയില്ല. Oh, last 5 months we don't have worship and service. ശുശ്രൂഷ മതിയാക്കിയാലോ പ്രസംഗം നിർത്തിയാലോ എന്ന് പറയുന്ന പലരെ ഞാൻ കേട്ടു. I've heard many people that said I need to stop my ministry. ആവശ്യമില്ലാത്ത അനാവശ്യങ്ങളിലോ അപവാദങ്ങൾ കേൾക്കുമ്പോൾ When they are hearing accusations that are not true. മതി എന്ന് പറയുന്ന പലരെയും കണ്ടിട്ടുണ്ട്. I have seen many people said it is ആ enough. മാനസിക വേദ ലോകത്തിൽ ആർക്കും മനസ്സിലാകത്തില്ല. No one can understand that psychological state. നിങ്ങളെ കുറിച്ച് അപവാദം പറയുമ്പോൾ, When people are accusing you നിങ്ങളെ കുറിച്ച് falsely, ഇല്ലായ്മ പറയുമ്പോൾ, when they are saying things that are not true, അകത്തുണ്ടാകുന്ന മുറിവും അകത്ത കണ്ണുനീരും പുറത്തൊഴുകുന്ന കണ്ണുനീരിന്റെ 4 മടങ്ങുണ്ടെന്ന് തിരിച്ചറിയണം. understand the pain inside of you is 4 times what is outside. മോശ തീരുമാനിച്ചു, Moses decided, ഏത് നിന്ദയാണെങ്കിലും no matter what the ill ഏത് treatment, അപമാനമാണെങ്കിലും no matter what the ridicule, ഞാൻ അങ്ങ് സഹിക്കാൻ I തീരുമാനിച്ചു. am going to endure it. ശരിയായ തീരുമാനം ഇന്ന് രാവിലെ എടുത്തോണം. Oh, make that decision this morning. ഞാൻ അത് സന്തോഷത്തോടെ സഹിച്ചോളാം. I will receive it with joy, Lord. കൂട്ടുകാർ ആക്ഷേപിക്കുമ്പോൾ, When my friends ridicule me, സ്നേഹത്തോടെ കൂടെ നടക്കുന്നവർ പരിഹാസം ചൊല്ലി കൂടെ വരുമ്പോൾ, many of your friends are making fun of you. കൂട്ടത്തോടെ നടന്നവർ കൂട്ടത്തോടെ വിട്ടുപോകുമ്പോൾ, Many of the people that used to hang with you are letting go. ഒറ്റിക്കൊടുക്കപ്പെടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, When you were isolated ഹല്ലേലൂയ, and നീ ridiculed, അനുഭവിക്കുന്ന ആ വേദനയാണ് കഷ്ടത എന്ന് പറയുന്നത്. that pain is that hardship. ഹല്ലേലൂയ, മോശ എടുത്ത തീരുമാനം, What is the decision Moses made? ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പേരെനിക്ക് വേണ്ട. I don't want to be called the son of Pharaoh's daughter. അതിന്റെ അർത്ഥം, What does that mean? അത് മോശമായിട്ടാണോ? Is it because it's a bad thing? അത് മോശമായിട്ടല്ല. It is not a bad thing. ആ പേര് ഞാൻ കൊണ്ട് നടന്നാൽ If I take on that name, മിസ്രയീമിലെ സകല അനാചാരങ്ങളുടെയും അന്താരാധനയുടെയും തലവനായി ഞാൻ മാറും. I will become the leader of all the evil worship in Egypt. ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കുന്ന ജീവന്റെ ദൈവത്തെ മാറ്റിവെച്ചിട്ട് Oh, putting aside the living God that brings resurrection. കൊമ്പും കുളമ്പുമുള്ള കാളയുടെയും വെള്ളി മൃഗങ്ങളുടെയും ആചാരങ്ങൾക്ക് ഞാൻ നേതൃത്വം I കൊടുക്കണം. will have to lead the worship, the false worship of many animals. അങ്ങനെ കിട്ടുന്ന പേരും പദവി എനിക്ക് വേണ്ട. I don't want such a name and fame. ജീവനില്ലാത്ത ദൈവങ്ങളുടെ നാട്ടിലെ കിരീടവും ചെങ്കോലും അധികാരവും എനിക്ക് വേണ്ട. I don't want the dominion of the land that has no power. അതിന് മുൾമുടി നൽകിയ ഈ ലോകം തരുന്ന പേരും പെരുമയും എനിക്ക് വേണ്ട. I don't want the name and the fame of the world that gave a crown to my father. ഇതൊക്കെയാ ദൈവമക്കളുടെ കഷ്ടത എന്ന് പറയുന്നത്. That is what is the hardship of a child of God. മൂന്നാമതൊരു തീരുമാനം എടുത്തു. And to the next decision, മിസ്രയീമിലെ സകല നിക്ഷേപങ്ങളെക്കാൾ, more than all the treasures of Egypt, മിസ്രയീമിലെ സകല നിക്ഷേപങ്ങളെക്കാൾ more than all the treasures and wealth of Egypt, വിലയുള്ളതാണ് ക്രിസ്തുവിന്റെ ധനം. അതെനിക്ക് മതി. I only want the treasure of Christ. ഞാൻ എന്റെ ഭാഷ പറഞ്ഞാല്, If I say it in my words, reproach is riches in my life. reproach is what is richest in my life. എന്റെ ജീവിതത്തിലെ നിന്ദയാ എന്റെ ധനം. Oh, the reproach is my richness. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം. To wear a reproach for Christ is a great gain. ദൈവമക്കളെ ശ്രദ്ധിക്കണം. Pay attention. നീല നദിയുടെ കുളിർമ കൊണ്ട് സമ്പൽ സമ്പുഷ്ടമായ ഫലപുഷ്ടമായ നാടാണ് ഈജിപ്റ്റ്. Oh, the Nile River makes everything around it fruitful. സ്വർണവും വെള്ളിയും ചെമ്പും ഇഷ്ടം പോലെയുള്ള ധനമുള്ള രാജ്യം. All the precious jewels and minerals are full of Egypt. ലോകപ്രസിദ്ധമായ കരുത്തും അഴകുമുള്ള കുതിരകളുള്ള സ്ഥലം. Oh, they have so many chariots and horses. ശൂര പരാക്രമികൾ കൊണ്ട് നിറഞ്ഞ സൈന്യ വ്യൂഹമുണ്ട് അവിടെ. They have great military full of warriors. ഒന്നിനും കുറവില്ലാത്ത വിദ്യാസമ്പന്നതയുടെ പൂർണ്ണതയുള്ള ഈജിപ്റ്റ് എന്ന മഹാരാജ്യം. There was nothing that was lacking in this great knowledgeable place, Egypt. ഒടുവിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചാൽ, If I die and while I'm ruling, 40 ദിവസം സുഗന്ധലേപനം പൂശി പെട്ടിക്കകത്ത് വെച്ച് അഴുകാത്ത ശരീരമായി തലമുട്ട ഉയർന്നു നിൽക്കുന്ന മാനം മുട്ട നിൽക്കുന്ന പിരമൂടിനകത്ത് എന്നെ അവർ കൊണ്ടുവെക്കും. for 40 days they would put good perfumes on me and they will put me inside the pyramid and they will give me a good burial. അകത്ത് എബ്രായനായ മോശ, But Hebrew man Moses, ഞാൻ ആരാണെന്ന് അറിയാവുന്ന മോശ, Moses knew who he was. മിസ്രയീമിന്റെ സകല നിക്ഷേപങ്ങളും പ്രതാവും പണവും പദവും ഒക്കെ എടുത്ത് ഒരു ത്രാസിൽ വെച്ചു. He put all of the wealth of Egypt in one side. സകല നന്മകളും സകല സമൃദ്ധിയും സകല ആഡംബരം ലഭിക്കാൻ പോകുന്ന സകലതും എടുത്ത് ഒരു തുലാസിന്റെ തട്ടിൽ വെച്ചു. On a scale he put all of the pleasures and all the fame of
Egypt on one side, മറുതട്ടിൽ but on the other side, ക്രിസ്തുവിന്റെ നിന്ന, he put the reproach of അഥവാ Christ. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ വലിയ നിന്ന, Oh, that great coming of the Lord God onto earth, that reproach. രാജാതിരാജൻ മൺപുഴുവായി തീർന്ന ആ നിന്ന, The King of Kings becoming a man, that reproach. മനുഷ്യന്റെ പാപം തീർക്കാൻ യേശു വ്യസനപാത്രമായി തീർന്ന ആ നിന്ന, How the Lord Jesus, in order to redeem man, became man, that reproach. സൗന്ദര്യ സമ്പൂർണനായ എന്നെ യേശു വലിയ വിരൂപനായി തീർന്ന ആ നിന്ന, Oh, that beautiful one, the Lord Jesus, became disfigured for me, that reproach. കണ്ടാൽ ആളല്ലാത്ത വിധം വലിയ വിരൂപനായി. He was disfigured that no one could recognize him. അവന് കോമളത്വമില്ല, Oh, there is no beauty in him. ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. No beauty that people would desire അവൻ him. മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. Oh, he became a reproach and became filled with the അവനെ sins of കാണുന്നവർ man. മുഖം മറയ്ക്കത്തക്കവണ്ണം യേശു വിരൂപനായി തീർന്നു. He became disfigured that the people would turn their face away from him. നമുക്ക് ആത്മീയ സൗന്ദര്യം തരുവാൻ To give us the beauty of spiritual life, യേശു വിരൂപനായി തീർന്നു. he became disfigured for us. ആ നിന്ന എടുത്ത് അടുത്ത തട്ടിൽ വെച്ചു. Oh, he put that on the other scale. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, Oh, everyone listening to me. എന്റെ മാന്യ സഹോദരി സഹോദരന്മാരെ, Oh, brothers and sisters. മോശ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ As Moses is looking ahead, ഇസ്രായേലിന്റെ സകല പ്രതാപങ്ങളും ഇരിക്കുന്ന, as all the luxuries of Egypt, ഇസ്രായേലിന്റെ സകല ആഡംബരങ്ങളും ഇരിക്കുന്ന, all the luxuries of Egypt, ഇസ്രായേലിന്റെ സകല അധികാരങ്ങളും ഇരിക്കുന്ന every power and dominion of Egypt, ഗ്ലാസിന്റെ തട്ട് പൊങ്ങി പൊങ്ങിപ്പോയി. as that scale was rising up, ക്രിസ്തുവിന്റെ നിന്നയിരുന്ന തട്ട്, oh, the reproach of Christ, that അതിന് scale, ഒരു ചലനം പോലും ഉണ്ടായില്ല. there was not a movement in it. ഇന്ന് രാവിലെ ഞാൻ അഭിമാനത്തോടെ വിളിച്ചു പറയുന്നു, Oh, so I say with pride this morning, ക്രൂശിന്റെ സ്നേഹത്തോളം, oh, the love of Christ and his ക്രൂശിന്റെ cross, സഹനത്തോളം, oh, the love of Christ, അതിൽ വരികയില്ല ഈ ലോകത്തിന്റെ ഒരു ധനവും, oh, no love of this world will come ഈ close. ലോകത്തിന്റെ ഒരു പദവിക്കും, No power, no ഈ ലോകത്തിന്റെ position, ഒരു പ്രമാണത്തിനോ, oh, no position of this ഈ world, ലോകത്തിന്റെ ഒരു പദവികൾക്കും no power of this world ക്രൂശിന്റെ നിന്നയോളം വലിപ്പമില്ല, വിലയില്ല. will come close to the greatness of the reproach of Christ. ഒന്ന് യോഹന്നാൻ 3:1 സുപരിചിത വാക്യം. We know this in 1 John. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. How great a love has he showered upon us that we can be called the children of God. ഹല്ലേലൂയ. Hallelujah. കാൽവറിയിൽ കാണും സ്നേഹം അത്ഭുതം വർണ്ണ്യമല്ലഹോ അതെന്റെ നാവിനായി. കാൽവറിയിൽ കാണും സ്നേഹം അത്ഭുതം വർണ്ണ്യമല്ലഹോ അതെന്റെ നാവിനാ. പാപത്തിൽ നിന്നെന്നെ വീണ്ടെടുത്ത സ്നേഹമേ, പാവനാം നീണം ചൊരിഞ്ഞ ക്രൂശിൻ സ്നേഹമേ, പാപത്തിൽ നിന്നെന്നെ വീണ്ടെടുത്ത സ്നേഹമേ, പാവനാ നീണം ചൊരിഞ്ഞ, ഓ എൻ മാനം കവർന്ന നിന്നാതുല്യ സ്നേഹമേ, മാറ്റമില്ല ദിവ്യ സ്നേഹം എത്ര അത്ഭുതം, ഓ മാറ്റമില്ല എത്ര അത്ഭുതം. കാൽവറിയിൽ കാണും സ്നേഹം അത്ഭുതം വർണ്ണ്യമല്ലഹോ അതെന്റെ നാവിനാൽ. കാൽവറി അറിയാവുന്നവർ ചേർന്ന് പാടിക്കട്ടെ. വർണ്ണ്യം ഓ അതെന്റെ നീങ്ങിപ്പോകും പർവ്വതങ്ങൾ കുന്നുകളിവാ, മാറുമീ പ്രപഞ്ചവും ദാനം മഹിമയോ. നീങ്ങിപ്പോകും പർവ്വതങ്ങൾ കുന്നുകളിവാ, മാറുമീ പ്രപഞ്ചവും മഹിമയോ. മർത്യ സ്നേഹം മാറിടും ക്ഷണത്തിൽ. സന്തോഷത്തോടെ മാറ്റമില്ല ദൈവ സ്നേഹം എത്ര മാറ്റമില്ല. ആത്മാവിൽ സന്തോഷത്തോടെ പാടിക്കട്ടെ. Hallelujah. ഓ വരിയിൽ കാണും സ്നേഹം അത്ഭുതം വർണ്ണ്യമല്ലഹോ അതെന്റെ നാവിനാ. Hallelujah. കാൽവറിയിൽ കാണും സ്നേഹം കാൽവറിയിൽ കാണും
വർണ്ണ്യമല്ലഹോ അതെന്റെ നവീന കാൽവറിയിൽ. അതേ ദൈവമക്കളെ, ക്രൂശിന്റെ സ്നേഹത്തോളം വരികയില്ല ഈ ലോകത്തിന്റെ ഒരു നിക്ഷേപങ്ങളും. No treasure of this world can come up against the love of Christ. അതേ മോശ തിരഞ്ഞെടുത്തു. So Moses made a decision. ഈ ലോകത്തിലെ സകലത്തെക്കാളും എനിക്ക് യേശുവിനോട് കൂടെ ചേർന്ന് നിൽക്കണം. I want to stand with my Jesus more than anything in this world. പാപത്തിന്റെ തൽക്കാല ഭോഗം എനിക്ക് വേണ്ട. I don't want the passing pleasures of the sin. ദൈവഹിതമില്ലാത്ത പേരും പദവിയും പ്രശസ്തിയും എനിക്ക് വേണ്ട. I don't want any name and fame without the power of the Lord. ക്രിസ്തുവിന്റെ സ്നേഹത്തിനോട് താരതമ്യപ്പെടുത്തുവാൻ കടന്നു വരുന്ന ഈ ലോകത്തിന്റെ ഒരു ധനവും എനിക്ക് വേണ്ട. I don't want any treasure of the world that competes with my love for Christ. ശരിയായ തീരുമാനം നിങ്ങൾ എടുക്കണം. Oh, you need to make the right decision. ആരെ നിങ്ങൾ തിരഞ്ഞെടുക്കും? ക്രിസ്തുവിനെയോ മിസ്രൈമിനെയോ? Whom will you choose? Will you choose Christ or Egypt? ക്രിസ്തുവിനെയോ ബറബാസിനെയോ? Oh, will you choose Christ or Barabbas? എന്തു നിങ്ങൾ തിരഞ്ഞെടുക്കും? ക്രിസ്തുവിന്റെ നിന്ദയോ ലോകത്തിന്റെ മോഹങ്ങളോ? Oh, will you desire the reproach of Christ or the desire of the world? വേറൊരാളുടെ തീരുമാനം നമുക്ക് നോക്കാം. Oh, let us look at the next person. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം In Joshua 24, അതിന്റെ 15-ാം വാക്യം. verse 15. ഇത് യോശുവയുടെ തീരുമാനമാണ്. This is the decision of Joshua. നാം ഇങ്ങനെ വായിക്കുന്നു, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. As for me and my house, we will serve the Lord, he says. മോശയ്ക്ക് ശേഷം ഇസ്രായേലിന്റെ നായക സ്ഥാനം ഏറ്റെടുത്ത യോശുവ, Joshua, who became the leader after Moses, മിസ്രയീലിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന്റെ ഒടുവിലത്തെ അവകാശികളെ കനാനിൽ കൊണ്ടെത്തിക്കുവാൻ നിയോഗം ലഭിച്ചവനാണ് യോശുവ. Joshua was the one who was given the right to bring the descendants back into the promised അവരെ land. കനാനിൽ കൊണ്ടെത്തിച്ചു എന്ന് മാത്രമല്ല, Not only bring them into Canaan, അവർക്ക് ആ ദേശത്തെ അവകാശങ്ങൾ വിഭാഗിച്ചു കൊടുത്തതും യോശുവയാണ്. Joshua is the one who divided the land and gave him the inheritance. ഏകദേശം 20-ാമത്തെ വയസ്സോട് അടുത്താണ് യോശുവ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത്. It was about 20 years of age when Joshua left Egypt. 40 വർഷം നീണ്ട മരുഭൂയാത്ര. For 20 years they were in the wilderness. ദൈവത്തോടും മോശയോടും ചേർന്ന് നടന്നവൻ. He had walked with Moses and the Lord. ദൈവത്തിന്റെ കൂടാരം വിടാതെ നിന്ന യോശുവ എന്ന ബാല്യക്കാരൻ. He was in the house of the Lord all the time. മോശയുടെ നിർദ്ദേശപ്രകാരം ദൈവത്തിനു ജനത്തിനു വേണ്ടി ദൈവത്തിന്റെ യുദ്ധം ചെയ്തവൻ. He had battled for the Lord, hearing the instruction of Moses. ജീവിതയാത്രയിൽ ദൈവകൃപ ജ്വലിപ്പിച്ചവൻ. He had the grace of the Lord. മോശ കൈവച്ചു പ്രാർത്ഥിച്ചപ്പോൾ ആത്മപൂർണനായ യോശുവ. When the hand of the Lord was upon him, he was filled with the Spirit. ഇപ്പോൾ കനാനിൽ ശേഖേം പട്ടണവാതിക്കൽ നിൽക്കുകയാണ്. He is in front of Shechem. സകല ഗോത്രങ്ങളെയും വിളിച്ചു വരുത്തി. He had called every tribe. അവരുടെ സകല മൂപ്പന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ചോദിക്കുന്നു, To every elder he is testifying. നിങ്ങൾ ആരെ സേവിക്കും? Whom will you choose today? നിങ്ങൾ ആരെയാണ് ആരാധിക്കാൻ Who are പോകുന്നത്? you going to worship? നദിക്കക്കരെയുള്ള ജാതികളുടെ ദേവന്മാരെയോ? Are you going to worship the people beyond the ocean? നദിക്കക്കരെയുള്ള ജാതികളുടെ ദേവന്മാരെയോ? Or to the ones, the gods of the Amorites? അതോ മിസ്രയീമിന്റെ ഇരുമ്പ് ചൂളയിൽ നിന്ന് അടിമത്തത്തിൽ നിങ്ങളെ പുറത്തെടുവിച്ചു കൊണ്ടുവന്ന ജീവനുള്ള ദൈവത്തെയോ? Or the living God that has brought you out of Egypt? അന്ധകാരത്തിൽ നിങ്ങളെ വിളിച്ചിറക്കി He had brought you out of slavery and darkness. മരുഭൂമിയിൽ കൂടെ നിങ്ങളെ ജയോത്സവമായി നടത്തി. He has sustained you in the wilderness. മന്നയും കാടപ്പക്ഷിയും വെള്ളവും നിങ്ങൾക്ക് ധാരാളമായി ചൊരിഞ്ഞു തന്ന് He gave you water, manna, and meat. മേഘത്തണലും അഗ്നിസ്തംഭത്തിന്റെ ചൂടും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ തന്ന് You were able to experience the pillar of cloud and fire. വിങ്ങാത്ത കാലോടും മങ്ങാത്ത വസ്ത്രത്തോടും തേയാത്ത ചെരുപ്പോടും കൂടെ നിങ്ങളെ നടത്തിയ ദൈവം He had provided clothes and shoes for you that it did not wear out. ഇന്ന് നിങ്ങൾ ഈ നിൽക്കുന്ന പാലും തേനും ഒഴുകുന്ന നാട്ടിൽ നിങ്ങളെ കൊണ്ടെത്തിച്ച ദൈവം The Lord who has brought you into this land of milk and honey. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആരെ നിങ്ങൾക്ക് വേണം? Oh, let me ask you, who do you want? ആരെ നിങ്ങൾക്ക് വേണം? Who do you want? എന്നെ കേൾക്കുന്ന ദൈവദാസ, Oh, child of God, എന്നെ listening to കേൾക്കുന്ന me. ദൈവദാസി, Child of God, എന്നെ listening to me. കേൾക്കുന്ന മാതാവേ പിതാവേ കുഞ്ഞ്, Father, child, listening to me. കഴിഞ്ഞ 50 വർഷം 20 വർഷം 30 വർഷം നടത്തിയ ഒരു ദൈവത്തെ നിനക്കറിയാമോ? Do you know the Lord that sustained you for the last 50 or 20 years? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവത്തെ നിനക്കറിയാമോ? Do you know the Lord has called you out of darkness into the marvelous light? വേണ്ടതെല്ലാം തന്ന് ഓമനിച്ച ദൈവത്തെ നിനക്കറിയാമോ? Do you know the Lord that loves you? കണ്ണിന്റെ കൃഷ്ണമണി പോലെ നടത്തിയ ദൈവത്തെ നിനക്കറിയാമോ? The Lord who has kept you as the apple of his eye. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്ന ദൈവത്തെ നിനക്കറിയാമോ? The Lord who provided for you and gave you everything you needed. Hallelujah. Hallelujah. ഓ ഇസ്രായേൽ പുരുഷന്മാർ
പുരുഷന്മാരെ, Oh, men of Israel. ഇസ്രായേൽ ഗോത്രങ്ങളെ, Oh, tribes of Israel. നിങ്ങൾക്ക് എന്ത് വേണേലും തീരുമാനിക്കാം. You can decide whatever you want. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. You can choose what you want. നിങ്ങൾക്ക് ആരെ വേണേലും ആരാധിക്കാം. You can worship whomever you പക്ഷേ want. എനിക്കൊരു തീരുമാനമുണ്ട്. But as for me and my house, ഹല്ലേലൂയ. I have a decision. ഏകദേശം 80 വയസ്സ് പ്രായമുള്ള യോശുവ, Joshua, who is now 80 years old, വിറയ്ക്കുന്ന കൈകളോടെ, with shaking hands, ചുക്കിത്തുളിഞ്ഞ ശരീരത്തോടെ, with wrinkled skin, വിറയാർന്ന ശബ്ദത്തോടെ വിളിച്ചു പറഞ്ഞു, with a hoarse voice, he is saying, നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും whatever you choose, ഞാൻ എന്റെ തീരുമാനം പറയുന്നു. let me tell you my decision. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. Oh, me and my house, we will serve the Lord. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന മാന്യ ദൈവദാസ, Every child of God listening to ഇങ്ങനെ ഒരു me, തീരുമാനം എടുക്കാൻ പറ്റുമോ? can you make that decision? എന്തെല്ലാം വന്നാലും, No matter what might come, ആരെല്ലാം വിട്ടുപോയാലും, oh, no matter who might ആരെല്ലാം leave, ദൈവത്തെ ആരാധിച്ചില്ലെങ്കിലും, whoever does not ആര് worship, പാട്ടുപാടിയാലും പാട്ടുപാടിയില്ലെങ്കിലും, who sings or don't sing, രാജ്യത്തിന്റെ നില എന്താണെങ്കിലും, no matter what the country goes through, സാമ്പത്തിക അടിത്തറ എന്താണെങ്കിലും, oh, whatever the foundations might ആര് be, ഭരിച്ചാലും ആര് ഭരണത്തിൽ വന്നാലും, whoever rules the nation doesn't ഞങ്ങൾക്കത് matter. വിഷയമല്ല. It doesn't matter to me. ഞാനും എന്റെ കുടുംബവുമോ But for me and my family, ഞങ്ങൾ യഹോവയെ സേവിക്കും. we will serve the ഇന്ന് Lord. പകൽക്കാലം ഈ തീരുമാനം എടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. I thank the Lord that make that decision this morning. കഴിഞ്ഞ 80 വർഷം Oh, last 80 years. ഇസ്രായേലിലും മരുഭൂമിയിലും Oh, in Israel and in Egypt and also in the ഞങ്ങളെ wilderness, ജയോത്സവമായി നടത്തിയ ദൈവം the Lord has sustained ഇന്ന് ഈ me. കനാന്റെ മണ്ണിലോ Oh, in the land of Canaan, എന്നെ ആയുസ്സോടെ നിർത്തിയ ദൈവം the Lord who gave me life. ചിലരൊക്കെ വിളിച്ചു പറഞ്ഞാട്ട് Oh, can you declare it? കേരളത്തിന്റെ മണ്ണിലോ In Kerala, കർണാടകയിലോ in Karnataka, North Indiaയിലോ, in North India, മിഡിൽ ഈസ്റ്റിലോ in Middle East, ഇന്ന് ഈ അമേരിക്കയിലോ and in America, ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവം the Lord who sustains us so well. Hallelujah. വൈഷമാന Hallelujah. ഈ ദൈവത്തെ വിട്ടിട്ട്, Oh, letting go of this ഈ ദൈവത്തെ God. വിട്ടിട്ട്, Oh, letting go of ഈ this ജീവനുള്ള God. ദൈവത്തെ വിട്ടിട്ട് Oh, this living God, ഞങ്ങൾക്ക് forsaking Him. വേറൊന്നുമില്ല. There is nothing else. ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ But for സേവിക്കും. me and my family, we will serve the Lord. കൊറോണയുടെ ഭീകരത നിമിത്തം Oh, because of Corona's പല greatness, വാതിലുകളും അടഞ്ഞിരിക്കുന്നു. many doors are closed. ആരാധനയ്ക്ക് പോകുവാൻ കഴിയുന്നില്ല. You cannot go to worship like you ആലയങ്ങൾ want. അടച്ചിരിക്കുന്നു. Oh, the worship center is closed. യാത്രകൾ മുടങ്ങിയിരിക്കുന്നു. Many travel is closed. വഴികൾ അടഞ്ഞിരിക്കുന്നു. Many doors are closed. ഇതൊന്നും ഞങ്ങളെ ബാധിക്കത്തില്ല. But it doesn't affect ഞാനും us. എന്റെ കുടുംബവുമോ But for me and my house, കുഞ്ഞുങ്ങളെ confess it. children confess it. As for me and my family, As for we me shall and my serve the family, living God. We will worship the living God. Hallelujah. Hallelujah. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. Me and my family, we will serve the Lord. ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. As for me and my family, we will serve the Lord. പ്രിയരെ, നമുക്ക് ഒരിക്കൽ കൂടി ദൈവാശ്രയം പുതുക്കാം. Oh, let us trust in the Lord again. ആരൊക്കെ പിന്മാറിയാലും No matter who might നമുക്ക് വേണം backslide. ജീവനുള്ള ദൈവത്തെ. Oh, we need the living God. ആരാധനയും സ്തുതിക്കും യോഗ്യൻ അവിടുന്ന് മാത്രം. He is the only one worthy of all honor ഞങ്ങൾ and അവനെ worship. സേവിക്കും. ഞങ്ങൾ അവനെ സേവിക്കും. We will worship Him. ഞങ്ങൾ സന്തോഷമായി കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യും. We will walk behind Him ഞങ്ങൾ gladly. സന്തോഷത്തോടെ യേശുവിനെ ആരാധിക്കും. I will worship Him with ജീവിത യാത്രയ്ക്ക് gladness. ഞങ്ങളെ തളർത്തുവാൻ കഴിയത്തില്ല. There's nothing in this world that can hold us back. മൂന്നാമതൊരു തീരുമാനം The third decision ലൂക്കോസിന്റെ സുവിശേഷം is in Luke 10 അധ്യായം in chapter 10, അതിന്റെ 42 വാക്യം. verse 42. ലൂക്ക് chapter 10 verse 42. 10 verse 42. യേശു പറയുകയാണ്, Jesus is saying പറയുന്നത് മാർത്തയോടാണ്, to Martha, അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയില്ല. but one thing is necessary. Mary has chosen the good portion which will not be taken away from her. നല്ല അംശം തിരഞ്ഞെടുത്ത ഒരു സഹോദരിയായത്. This is a sister who has chosen the good യേശുവിന്റെ portion. കാൽക്കൽ ഇരുന്ന് വചനം കേൾക്കുന്ന മറിയ. We see a Mary who is sitting at the feet of Jesus listening to His word. ബെഥാനിയയിലെ മറിയ. The Mary of Bethany. യേശുവും ശിഷ്യന്മാരും കൂടെ പോകുന്ന ഭവനം ആ ബെഥാനിയയിലെ മാർത്തയുടെയും മറിയുടെയും ലാസറിന്റെയും ഭവനം. Jesus and His disciples would visit them often in Bethany. യേശു ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ And when Jesus would go there, യേശുവിനും ശിഷ്യർക്കും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുന്ന തിരക്കിലാണ് മാർത്ത. Martha would always be busy preparing food for Jesus and His disciples. ശുശ്രൂഷിച്ച് മനം കലങ്ങിയിരിക്കുന്ന, കൈ തളർന്നിരിക്കുന്ന മാർത്ത. Martha, who is tired of serving Jesus. ദൈവമക്കളെ, ശുശ്രൂഷിക്കുന്നതും ആഹാരം കൊടുത്തതും തെറ്റല്ല, അത് അത്യാവശ്യം തന്നെയാണ്. No, it is not wrong and it is important, yes. മാർത്ത ചെയ്തത് തെറ്റല്ല, മാർത്ത ചെയ്തത് 100% ശരി. What Martha did was 100% correct. മറ്റുള്ളവരെ സൽക്കരിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും ആവശ്യം തന്നെയാണ്. Yes, you need to have hospitality. വീട്ടിൽ ജോലി ചെയ്യുന്നത് നല്ല കാര്യമാണ്. It is good to work in your home. 24 മണിക്കൂർ മലയാളി ബൈബിളും വായിച്ചുകൊണ്ടിരിക്കാനല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. Oh, you have been
not called to read the Bible 24 hours a day. പ്രാർത്ഥനയാന്ന് പറഞ്ഞ് 24 മണിക്കൂറും അടച്ചു മുറിക്കകത്തിരിക്കാനല്ല നിങ്ങളെ Oh, വിളിച്ചിരിക്കുന്നത്. you are not called to stay inside for 24 hours. പാസ്റ്ററാന്നും പറഞ്ഞ് 24 മണിക്കൂറും എല്ലാം മാറ്റി വെച്ചിട്ട് ഹല്ലേലൂയ തുറന്ന പുസ്തകമായിട്ട് ഇരിക്കാനല്ല ദൈവം എന്നെ As a വിളിച്ചിരിക്കുന്നത്. pastor, you are not just to sit in front of the open Bible all the കുഞ്ഞുങ്ങൾ time. മാതാപിതാക്കളെ സഹായിക്കണം ജോലിയിൽ. Oh, the parents and the children need to help each other. ഭർത്താവും ഭാര്യയും അവരവരുടെ ഔദ്യോഗിക ജോലി കാര്യങ്ങളിൽ സഹകരിക്കണം. The wife and the husband needs to help each other. ഒരുമിച്ച് വേണം കുടുംബം നടത്തേണ്ടത്, കുടുംബം പണിയേണ്ടത്. Together you need to build a family. അല്ലെങ്കിൽ ഒരാളെ മാത്രം ഒറ്റക്കിട്ടല്ലേ തനിയെ വിട്ടുപോകാൻ പാടില്ല. Oh, you should not isolate one person. പക്ഷെ പ്രശ്നം ഇതല്ല. But that is not the problem. വചന ധ്യാനത്തെ വിഴുങ്ങുന്ന തിരക്കുകൾ ഒഴിവാക്കണം. Oh, we need to let go of the busyness that swallows up our time in the Word. പ്രാർത്ഥനാ സമയത്തെ വിഴുങ്ങുന്ന തീരുമാനങ്ങൾ തെറ്റായ തീരുമാനങ്ങളാണ്. Oh, every decision that comes against our prayer life is the wrong decision. യേശുവിന്റെ കാൽക്കൽ ഇരിക്കേണ്ട സമയത്ത് അടുക്കളയിൽ കറങ്ങി നടക്കരുത്. Oh, when we are supposed to sit at the feet of Jesus, we're not supposed to be in the kitchen. യേശുവിന്റെ കാൽക്കൽ ഇരിക്കുമ്പോൾ മറ്റു കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകരുത്. Don't get engaged in other things when your time of quiet time with the Lord. എല്ലാറ്റിനും സമയമുണ്ട്. Oh, you have the time for everything from the morning. തിരക്കോട് തിരക്കല്ലേ നമ്മുടെ ജീവിതം. Oh, so busy is your life. എത്തിപ്പിടിക്കുവാൻ ഒരു ഫോൺ എടുക്കല്ലേ. Oh, you have a phone right next to you. കയ്യെത്താവുന്ന ദൂരത്ത് വേണ്ട സാമഗ്രികളെല്ലാം ഉണ്ട്. Oh, you have all the equipment right in front of you. കോളിൽ തുടങ്ങി ടെക്സ്റ്റ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ എന്ന് വേണ്ട സകലതുമുണ്ടല്ലോ. All the social media platforms. അവസാനം സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം എന്ന് പറഞ്ഞ് കിടക്കിലേക്ക് മറിയുകയല്ലേ ചെയ്യുന്നത്. Oh, and at the end of the day, you're just lying in bed and going to sleep. എല്ലാറ്റിലും അങ്ങ് ഇഴുകിച്ചേർന്നിരിക്കുക. Oh, you are now involved in everything. ഈ കഴിഞ്ഞ 5 മാസം കൊണ്ട് In the last 5 months, മാർച്ച് 15-ാം തീയതി from March 15th, നമ്മുടെ ആരാധനാലയം ഹല്ലേലൂയ പരസ്യമായി തുറന്നിട്ട് ഇന്ന് 5 മാസമാകുന്നു. now it's 5 months since ഈ the church 5 is closed. മാസം കൊണ്ട് From these last 5 എത്ര months, വചനം വായിച്ചു? how much word have you read? കുഞ്ഞുങ്ങളെ എത്ര വാക്യം കാണാതെ പഠിച്ചു? Children, how many words or scriptures എത്ര have you സമയം memorized? പ്രാർത്ഥിച്ചു? How many time have you prayed? എത്രമാത്രം ദൈവത്തിന് മഹത്വം കൊടുത്തു? How much have you praised the Lord? നമ്മുടെ സ്വഭാവത്തിന് എന്ത് മാറ്റം ഉണ്ടായി? Oh, what change has been there in your life? കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെ As I said a few weeks ago, മുഖം മൂടി വെക്കാതെ ചിരിക്കുന്നു, ഇപ്പൊ മാസ്ക് വെച്ചോണ്ട് ചിരിക്കുന്നു അല്ലാതെ എന്ത് വ്യത്യാസം ഉണ്ടായി? what difference is there other than the mask that you wear? You have a little bit to change in your life. Oh, there's some small change at least is there. ചിന്താഗതികൾ മാറിയോ? Oh, is there a change in your thought സംസാര life? രീതി മാറിയോ? In your talking, ഇടപാട് മാറിയോ? in your dealings, പ്രാർത്ഥനാ ശൈലി മാറിയോ? in your prayer style, വാങ്ങലിലുള്ള വ്യത്യാസം in ഉണ്ടായോ? your giving. പ്രിയരെ നല്ല അംശം തിരഞ്ഞെടുത്താട്ട് Oh, can you choose the good portion this morning? ദൈവിക സമയത്തെ വിഴുങ്ങുന്ന സകല തിരക്ക് മാറ്റിവെക്കണം. Oh, we need to put aside everything that takes away our time with the Lord. നല്ല അംശം തിരഞ്ഞെടുക്ക്. We need to choose the good part. നല്ല അംശം തിരഞ്ഞെടുക്ക്. Like Mary, choose the good part. വചനത്തോട് ഒരു ആർത്തി ഉണ്ടാകട്ടെ. Oh, we need to desire the word more. വചനത്തോട് ഒരു വിശപ്പുണ്ടാകട്ടെ. We need a hunger for the word of God. പണി തീർക്കാൻ വേണ്ടി ഒരു ചാപ്റ്റർ വായിക്കുന്നതല്ല വചന ധ്യാനം. Not to check off a list and read a chapter. എല്ലാരും ബോധിക്കാൻ വേണ്ടി ഒരു ബൈഹാർട്ട് ഒരു വാക്യം കാണാതെ പഠിക്കുന്നതല്ല. Not to show others memorizing the scripture. കോമ്പറ്റീഷന് വേണ്ടി ബൈബിൾ വാക്യം മെമ്മറൈസ് ചെയ്യുന്നതല്ല. Not to study the words for എന്റെ competition. ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്ന Oh, from the foundation changing my life. തിരുവചനം എന്റെ ധ്യാനമായിരിക്കൊണ്ട് Oh, that thy word be my feet, lamp unto my feet. പറയുന്ന വഴി വിട്ടു പോകാതിരിക്കേണ്ടതിന് So that I do not depart left or right from the word. നടക്കേണ്ടുന്ന വഴി എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്? വചനത്താലാണ്. Oh, it is by the word that the Lord shows me how to go. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് So that I might not sin against thee. നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. I have hid thy word in my heart, it says. ദൈവമക്കളെ, Children of God. ഖേദത്തോടെ പറയുന്നു, Oh, let me ഞാൻ say, നിങ്ങളെ ആരെയും കാണുന്നില്ല. I don't see you. നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്ക് മാത്രമേ You അറിയത്തുള്ളൂ. only know your situation. ടിവിയുടെ ഇന്റർനെറ്റിന്റെ ഇരിക്കുന്നതിന്റെ ഒരംശം ദൈവത്തിന് കൊടുത്താട്ട്. Oh, can you give a small portion of the time you spend on the മറിയ internet? നല്ല അംശം തിരഞ്ഞെടുത്തു. Mary chose the good portion. കഷ്ടതയും വേദനയും വരുമ്പോൾ ഓടി വന്ന് നിലവിളിച്ച് ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന മാത്രമല്ല ആത്മീയം. Oh, the spiritual walk is not to come to the Lord when you're in trouble. അയ്യോ വയ്യായെ പ്രാർത്ഥിച്ചോണേ, അയ്യോ ഹല്ലി ജോലി പോയെ പ്രാർത്ഥിച്ചോണേ എന്ന് പറയുന്നത് മാത്രമല്ല പ്രാർത്ഥനയും ഉപവാസവും. Oh, prayer and fasting is not when something goes bad. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും തിന്മയിലും അല്ല ഒരുപോലെ യേശുവിനെ സ്തുതിക്കണം. But in the good times and the bad, to worship the Lord and be at his feet. ഒരുപോലെ നിലവിളിച്ച് കരയണം. Oh, the same way to cry out to him. നാളെ ഒരിക്കൽ Oh, tomorrow. കല്ലറയും 4 ദിവസമായി നാറ്റം വെച്ച വിഷയങ്ങളും നിന്റെ വീട്ടിലുണ്ടാകും. Oh, there will be problems like a dead person for 4 days. ആർക്കും സഹായിപ്പാൻ കഴിയാത്ത ഹല്ലേലൂയ കടുത്ത വിഷയങ്ങൾ കടന്നു There വരും. will be problems that no man can help.
help. അടയ്ക്കപ്പെട്ട കല്ലറയും നാറ്റം വമിക്കുമെന്നുള്ള പട്ടണത്തിലെ പരാതികളും കേൾക്കേണ്ടി വരും. There will be stinkiness that will go around the land. ആർക്കും സഹായിപ്പാൻ കഴിയാതെ കൈമലർത്തുന്ന വിഷയങ്ങൾ വരും. A time when you will have to let go because no one can help you. അന്ന് നീ ഇരുന്ന പാദപീഠം നിന്റെ അടുക്കലേക്ക് ഓടിയെത്തും. Oh, but at that time the Lord will come running to you. നീ ഇരുന്ന് വചനം പഠിച്ച അതേ കാലുകളുണ്ടല്ലോ. Oh, that word that you studied the നീ word ചുംബിച്ച with. യേശുവിന്റെ പാദമുണ്ടല്ലോ. Oh, that you kissed his feet. നീ വീണ് കിടന്ന് കരഞ്ഞ യേശുവിന്റെ That പാദമുണ്ടല്ലോ. you cried at his feet. നിന്റെ നാറ്റം വമിച്ച കല്ലറയുടെ മുമ്പിൽ വന്ന് നിൽക്കുമെന്ന് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. Oh, let me tell you that in front of your stinky problem, the tomb, the Lord will show up. ആർക്കും തുടയ്ക്കുവാൻ കഴിയാത്ത നിന്റെ കണ്ണുനീരൊപ്പുവാൻ അന്ന് ആ കരങ്ങൾ നീണ്ടുവരും. The hand of the Lord will come to wipe away the tears at that time. Hallelujah. Hallelujah. അതുകൊണ്ട് Oh, because of that, നല്ല അംശം തിരഞ്ഞെടുത്താട്ട് choose the good portion. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. This is the right time. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. This is the opportune time. യൗവനക്കാരാ, യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. Oh, young person in your youth, remember the Lord. Make use of this opportunity. Make use of this നല്ല opportunity. അവസരങ്ങൾ പാഴാക്കി കളയരുത്. Oh, don't let go of this opportune time. വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ. Oh, the one who gathers in the summertime is a good wise man. കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവൻ നാണം കെട്ടവൻ. But the one who sleeps at harvest is അലസതയും ashamed. മടിയുമൊക്കെ പടിക്ക് പുറത്താക്കൂ. Oh, send away the laziness. വരുവിൻ യേശുവിന്റെ പാദം ചുംബിക്കാം. Oh, let us come to the feet of Jesus and kiss it. തൃക്കാൽക്കലിരുന്ന് തിരുവചനം പഠിക്കാം. Oh, let us study the word at his feet. കണ്ണുനീരോട് കുതിർന്ന പ്രാർത്ഥനകളുമായി യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കാം. Let us wipe our tears in prayer at the feet of Jesus. നല്ല അംശം തിരഞ്ഞെടുക്കണം. Let us choose the good portion. ആരെയാ നിങ്ങൾ ഇന്ന് രാവിലെ തിരഞ്ഞെടുക്കുന്നത്? Who will you choose this morning? യേശുവിന്റെ വചനത്തെയോ ലോകത്തിന്റെ തത്വങ്ങളെയോ? Or will you choose the word of God or the philosophy of the ആരെയാ world? നിങ്ങൾക്ക് ആവശ്യം? Who do you need this ഈ morning? ലോകത്തിലെ ഫിക്ഷൻ സ്റ്റോറികളാണോ നിങ്ങൾക്ക് ഇമ്പം? Oh, do you desire the fiction and the novels of this അതോ world? ജീവന്റെ തുടുപ്പുകളായ ദൈവത്തിന്റെ വചനമോ? Or do you want the word and the living God? കല്ലറ കൊണ്ട് തീരുന്ന ഈ ലോകത്തിലെ സന്തോഷമാണോ നിത്യ സന്തോഷമാണോ നിങ്ങൾക്ക് വേണ്ടത്? Oh, do you want the happiness that end in your tomb, or do you want the joy of the Lord? ആരെ നിങ്ങൾക്ക് ആവശ്യം? What do you need this morning? നല്ല തീരുമാനങ്ങൾ എടുത്താട്ടെ. Oh, can you choose wisely? നാലാമതായി Fourthly, എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. in Hebrews chapter 11 verse 16. എബ്രായർ 11:16. Hebrews 11:16. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. They desire a better country that is a heavenly one. ഹല്ലേലൂയ. നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ അവർ ആഗ്രഹിച്ചു. A better country, a heavenly country. തിരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ അവർ നിൽക്കുന്നത്. They are in front of a decision. വിശ്വാസയാത്രയിൽ ഉയരത്തിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ച് ഇറങ്ങിത്തിരിച്ച വിശ്വാസവീരന്മാർ. Oh, these are the warriors of faith that had looked unto heaven and had their journey. പൂർവ്വപിതാക്കളാകുന്ന നമ്മുടെ ഹല്ലേലൂയ അപ്പോസ്തലന്മാർ. Our apostles, our forefathers. അവർ തിരഞ്ഞെടുത്തത് നല്ലൊരു ദേശമായിരുന്നു. They had chosen a better country. അവർ അടിസ്ഥാനമുള്ള ഒരു നഗരത്തിനു വേണ്ടി കണ്ണുകൾ ഉയർത്തി നടക്കുവാൻ തുടങ്ങി. They started to look up for a country with a foundation. അവരുടെ യാത്രയുടെ തുടക്കം തന്നെ, Oh, in the beginning of their journey, യാത്രയുടെ ഒടുക്കം അവർ ആത്മാവിൽ കണ്ടു. they saw the end of their journey in the spirit. ദൈവമക്കളെ, ഇന്ന് രാവിലെ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ ജീവിതാന്ത്യം കാണണം. Oh, you need to see the very end of your life right here as you're sitting. 50 വർഷം 20 വർഷം കഴിഞ്ഞ് ശവമടക്കല്ല ഈ പറയുന്നത്. I'm not talking about the funeral for a few years from അത് now. സമയം പോലെ നടന്നോളൂ എന്നേ. Yes, that will take place. 1000 പേര് ഫ്യൂണറിന് കൂടിയാലും 5 പേര് കൂടിയാലും മണ്ണിലല്ലയോ വെക്കുന്നത്. Oh, whether it's 5 people or 1,000 person, you will end up as dirt. 5 മാസം കൊണ്ട് നമ്മളത് കണ്ടോണ്ടിരിക്കുകയല്ലേ. We are seeing that in the last 5 months. 1000 പേര് കൂടിയാലും 30 പേര് കൂടിയാലും കല്യാണം തന്നെ. Oh, the wedding is the same no matter how many people gather. അതുകൊണ്ട് അതൊന്നും വലിയ ആഡംബരം വിഷയമൊന്നുമല്ല. So don't worry about that. ഇന്ന് പകൽക്കാലം നാം അറിയേണ്ടത് നമ്മുടെ ജീവിതാന്ത്യം. Oh, our end of our life. നിത്യത എവിടെ ചെലവഴിക്കോ? Where will you spend eternity? നിത്യത എവിടെ ചെലവഴിക്കോ? Where will you spend eternity? യേശു ഇങ്ങനെ പറഞ്ഞു. The Lord Jesus said. ലൂക്കോസ് 16-ാം അധ്യായം. We see that in Luke. ഒരു മൂഢനായ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. It talks about a mute man. അവൻ എന്തുകൊണ്ടാണ് മൂഢനെ ഫൂളായി തീർന്നത്? Why did he become foolish? എന്തുകൊണ്ട് മൂഢനായി തീർന്നു? Why did he become foolish? അവന്റെ കളപ്പുര ചെറുതായതുകൊണ്ടല്ല. Oh, it was not because his land was small. ചെറിയ വീടുണ്ടെങ്കിൽ ആൾക്കാർ പറയും മണ്ടന വലിയ വീട് വെക്കാഞ്ഞെന്ന് പറയും. It is because his house was small, people might think. പക്ഷേ ഇവന്റെ കളപ്പുര വലുതായിരുന്നു. But his house was big. അവന്റെ വയലിൽ നല്ല വിളവുണ്ടായി. He had a lot of harvest in his ആൾക്കാർ fields. പറയും മിടുക്കനാന്ന് പറയും. People might say he's a smart man. ഒരു സെന്റ് ഭൂമി ഇല്ലെങ്കിൽ പറയും ഇവനാ മണ്ടനെന്ന് പറയും. If you don't have land, people say you're a fool. ലോകം പറയുന്നത്. But the world says. അത് വെച്ച് നോക്കുമ്പോൾ ഇവൻ മിടുക്കനാണ്. With the world, he is smart. Yes. അവന്റെ വിളവെല്ലാം വിളഞ്ഞു. Because he had a lot of land and harvest. കളപ്പുര പൊളിച്ചു പണിതോ. He became a bigger yard. ബാങ്ക് ബാലൻസ് ഇങ്ങനെ കുമിഞ്ഞു
കഴിഞ്ഞുകൂടി. He had a lot of money. അവൻ വിളിച്ചു പറഞ്ഞു, And he said, ഒരു പ്രശ്നവുമില്ല. there's no problem. Eat, drink and marry. ഹല്ലേലൂയ. Eat, തിന്നുക, drink and കുടിക്കുക, be merry. ആനന്ദിക്കുക. Eat, drink and be merry. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. Eat, drink and be merry. അന്ന് രാത്രി സ്വർഗ്ഗം വിളിച്ചു. But the Lord said that എന്താ night. വിളിച്ചത്? What did he say? മിടുക്കാന്നല്ല വിളിച്ചത്. He didn't say a smart man. മിടുക്കനെന്നല്ല വിളിച്ചത്. He didn't say wise man. മൂടാ. Fool, he said. മൂടാ. Fool. ഇന്ന് രാത്രി Oh, tonight, ഞാൻ നിന്റെ ജീവനെ ചോദിച്ചാൽ, if your life is ഞാൻ asked of നിന്റെ you, പ്രാണനെ if ചോദിച്ചാൽ, I ask for your ഈ soul, ആത്മാവ് എവിടെ ചെലവഴിക്കും? where will you spend eternity? നിനക്കറിയാം നെല്ല് വെക്കേണ്ട സ്ഥലം അറിയാം. You know where to put the grains. നിനക്കറിയാം ഗോതമ്പ് കൂട്ടി വെക്കേണ്ട സ്ഥലം You know അറിയാം. where to put the wheat. നിനക്കറിയാം ഫിക്സഡ് ഡിപ്പോസിറ്റ് അറിയാം. You know about fixed നിനക്ക് deposits. ഷെയറിൽ അറിയാം, ഷെയർ നിക്ഷേപിക്കാൻ അറിയാം. You know about stock പക്ഷെ markets. നീ മറന്നുപോയ ഒരു കാര്യമുണ്ട്. But there's something you have forgotten. ആത്മാവ് എവിടെ നിക്ഷേപിക്കുമെന്ന്. Where is your soul going to spend ഇന്ന് രാത്രി eternity? വചനം കേൾക്കുന്ന ആരെങ്കിലും, Oh, if anybody is hearing the ഇന്ന് പകൽ ഈ word, വചനം കേൾക്കുന്ന ആരെങ്കിലും, anyone listening to the word, സകല അറിവും ഉണ്ടായിട്ടോ, even though you have all the knowledge, സകല ബുദ്ധി ഉണ്ടായിട്ടോ, you have so much wisdom, സകല പഠിപ്പ് ഉണ്ടായിട്ടോ, you have all the സകല education, മിടുപ്പ് ഉണ്ടായിട്ടോ, you have all the abilities. നിത്യത എവിടെ ചെലവഴിക്കുമെന്ന് അറിയുന്നില്ലെങ്കിൽ, If you don't know where you'll spend your eternity, നിത്യത എവിടെ ചെലവഴിക്കുമെന്ന് അറിയുന്നില്ലെങ്കിൽ, if you don't know where you'll spend it, നിന്നെ പോലെ അരിഷ്ടൻ ഭോഷൻ ഭൂമിയിലില്ല. there is no fool like you in the world. Hallelujah. Hallelujah. പൂർവ്വപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ച ഭാഗ്യദേശം. Oh, our forefathers, the apostles, saw the future in front of them. പാട്ടുകാരൻ പറയുന്നു, ആകയാൽ ഛേദമം നെണ്ണി ലാഭം അന്യരം നെണ്ണി ഈ ലോകമതിൽ. So they considered everything in this world as foreign, and they considered it dung. ഈ മണ്ണിലെ മായാദൃശ്യങ്ങളൊന്നും അവരുടെ കണ്ണു മഞ്ഞളിപ്പിച്ചില്ല. Nothing of the luxuries of this world was a shine to their eye. പെറ്റുപെരുകിയ ആട്ടിൻകൂട്ടവും വർദ്ധിച്ച ധനവും ഒന്നും അവരെ ഇവിടെ പിടിച്ചു നിർത്തിയില്ല. They didn't care about the cattle or the land they accumulated. ഹല്ലേലൂയ. തൊഴുത്തിലെ ഒട്ടകത്തിന്റെയും ആടിന്റെയും മാടിന്റെയും കഴുതയുടെയും കൂട്ടവും പെരുപ്പവും ഒന്നും അവരുടെ ദൃഷ്ടി പതറിച്ചില്ല. They didn't count on the count of their cattle or camels or any donkeys. അവരുടെ ഉള്ളിലെ ആഗ്രഹം But their desire അടിസ്ഥാനമുള്ള ഒരു നഗരം, was for a city with a foundation. ദൈവം ശില്പിയായി നിർമ്മിച്ച പുത്തനാം യെരൂശലേം, The new Jerusalem that the Lord has ആ built. പട്ടണത്തിന്റെ ആശയായിരുന്നു അവരുടെ കണ്ണിലെ തിളക്കം. Their shine in their eye was that desire for that city. കാരണം അവർക്കറിയാം അവരെ പേര് വിളിച്ചിറക്കിയവനെ. But because they knew the Lord that called them by name. ദൂരത്തായി കാണുന്നു സോദര കൂട്ടത്തെ. Oh, I know the Lord and his people. യോർദാൻ അക്കരെ സ്വാഗത സംഘത്തെ. On the other side, welcoming me on the side of എന്നെ Jordan. എതിരേൽപ്പനായി ദൈവദൂതർ നിൽക്കുന്നു. Oh, the angels are there to receive me. ഇന്ന് പകൽ ദൈവമക്കളെ, നിങ്ങളുടെ ആഗ്രഹം എന്താ? Child of God, whom do you want this morning? ആരെ നിങ്ങൾക്ക് വേണം? Whom do you want? യേശുവിനെ വേണോ ബറബാസിനെ വേണോ? Do you want Jesus or do you want Barabbas? ദൈവപുത്രനെ വേണോ ലോകത്തെ വേണോ? Do you want the son of the world or son of ദൈവമഹിത്വം വേണമോ God? ലോകത്തിന്റെ പുകഴ്ച വേണമോ? Do you want the world or the fame of the വിശുദ്ധിയുടെ world? ചുവട്ടി നടക്കണമോ പാപത്തിന്റെ ഇച്ഛ വേണോ? Or do you want to live in Egypt or live in sin? എന്താണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം? What is our desire this morning? എന്താണ് നിങ്ങളുടെ മുഖം പ്രകാശമാക്കുന്നത്? What is it that gives shine to your face? എന്താണ് നിങ്ങളുടെ കണ്ണുകളിലെ തിളക്കമുള്ള What കാഴ്ച? gives shine to your eye? എന്താണ് നിങ്ങളുടെ കാതുകൾ കേൾക്കാൻ കൊതിക്കുന്ന ഇമ്പമുള്ള ശബ്ദം? What do you desire to hear in your ears? അതേ ഒരു പെന്തിക്കോസുകാരന്റെ, As a Pentecostal, ഒരു വിശ്വാസ യാത്ര ചെയ്യുന്നവന്റെ, or as a person traveling on the സിയോൻ earth, സഞ്ചാരിയുടെ മോക്ഷയാത്രക്കാരന്റെ or the one that is traveling to Zion, മുമ്പിൽ വെച്ചിരിക്കുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകൾ. there is two decisions in front of you. ഒന്ന് ഈ ലോകത്തിന്റെ മോഹവും അതിന്റെ നന്മകളും. One is the desire of the world and all the things in അത് ഈ it. മണ്ണ് കൊണ്ട് അവസാനിക്കും. This will end on this earth. അമേരിക്കയുടെ ആഡംബരവും Oh, America's luxuries ഇന്ത്യയുടെ ആര്യഭാരത സംസ്കാരവും and the heritage of India. ആസ്ട്രേലിയയുടെ അഭിമാനവും Oh, and all the pleasures of it. അറേബ്യൻ പൊന്നിന്റെ തിളക്കവും All the wealth in the Arabian എല്ലാ Peninsula നന്മയും ഈ മണ്ണ് കൊണ്ട് അവസാനിക്കും. will end on this dirty earth. അപ്പുറത്തൊരു തിരഞ്ഞെടുപ്പിന് സാധ്യത. Oh, but there is something on the other shore. നിത്യജീവനും Oh, a holy life, നിത്യ an സന്തോഷവും eternal joy and life, യേശുവിനോടൊത്തുള്ള വാസവും. and to live with my Lord. പ്രിയരേ, നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? What will you choose today? എന്താ നിങ്ങളുടെ സ്വപ്നം? What is your dream? ആരെ നിങ്ങൾക്ക് ആവശ്യം? What do you need this ഈ morning? മണ്ണിൽ ഒതുങ്ങുന്ന സ്വപ്നം മാത്രമാണ് നിങ്ങളുടേതെങ്കിൽ, If your dream will end on this dirty earth,
അതാണ് earth. നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ If that is what it will end, നമ്മെ പോലെ അരിഷ്ടന്മാർ ഈ ലോകത്തിൽ ആരുമില്ല. there is no greater fool than you on this earth. അല്ല മറിച്ച് But instead, മണ്ണിൽ മറഞ്ഞാലും even if we die ഈ മണ്ണിൽ ജീവനോട് ഇരുന്നാലും or we live on this earth, ആഹളം ധ്വനിക്കുമ്പോൾ when the trumpet sounds, ഞങ്ങൾ പറന്നു പോകും. we will fly away. മണ്ണിൽ ഉറങ്ങുന്നവർ ഉയർത്തെഴുന്നേൽക്കും. Oh, the ones that are dead in Christ shall rise. ജീവനോട് ഇരിക്കുന്നവർ രൂപാന്തരം And പ്രാപിക്കും. those who are alive will be transformed. ബലഹീനമായ ഈ ശരീരം Oh, this weak body ശക്തിയിൽ ഉയർക്കും. will gain strength and resurrect. അപമാനമുള്ള ഈ ശരീരം Oh, this ridiculed body തേജസ്സിൽ ഉയർക്കും. will receive a glorious body. മൺമയമായ ഈ ശരീരം Oh, this earthly body glorious and celestial body ആയ സ്വർഗീയ ശരീരമായി മാറും. will become the glorious and ഈ celestial body. ദ്രവത്വമുള്ള ശരീരം Oh, this mortal body അദ്രവത്വമുള്ള ശരീരമായി will മാറും. become immortal. ഞങ്ങൾ ഇന്ന് രാവിലെ വിളിച്ചു പറയുന്നു, Oh, we are declaring this morning, ഞങ്ങൾ പറന്നു പോകും, ഞങ്ങൾ പറന്നു പോകും. we will fly away, we will fly യേശു away. വരാൻ കാലമായി. The Lord is coming soon. When the roll is called up yonder, I will be there. Oh, hallelujah. പേർ വിളിക്കും നേരം കാണും എന്റെ പേര്. Oh, my name will be called when the roll is called up yonder. സന്തോഷമുണ്ട്. How many of you are joyous this morning? സന്തോഷമുണ്ട്. How many of you have the joy of the Lord? ആവശ്യം Oh, that is what you need. യേശുവിനെയോ താൽക്കാലിക സുഖങ്ങളെയോ. Oh, do you want Jesus or the pleasures of the world? വെളിപ്പാട് പുസ്തകം 20-6 വാക്യം. When you come to the book of Revelation chapter 20, ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുക. oh, I'm hearing a voice. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ. Oh, the one that have part in the first resurrection. വിശുദ്ധനുമാകുന്നു. Oh, he is holy. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അവകാശമില്ല. Because the second death has no authority over him. ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി. Oh, they will be priests of God and of Christ. ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. And they will reign with him for 1000 years. നിങ്ങൾക്ക് കേൾക്കണ്ട ഈ കാഹളധ്വനി. Oh, don't you want to hear this trumpet? കാലത്തിന്റെ കോലാഹലം കേട്ട് കാത് തഴമ്പിച്ചു പോകരുത്. Oh, hearing all the chatter of this world. കണ്ണിലെ മായാദൃശ്യങ്ങൾ കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോകരുത്. Oh, looking at all the luxuries of this world. തുറന്ന ചെവിയോടെ. Oh, but with an open eye. തുറന്ന ഹൃദയത്തോടെ. With an open heart. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. As our inner heart is opened. Can we declare? ഒന്നാം പുനരുത്ഥാനത്തിൽ. Oh, that first resurrection. ഒന്നാം പുനരുത്ഥാനത്തിൽ. That first resurrection. എനിക്ക് പങ്കുള്ളവനായി തീരണം. I want to be part of that. ഭാഗ്യാവസ്ഥ എനിക്ക് വേണം. I want that blessed opportunity. Hallelujah. Hallelujah. പ്രത്യാശ കൊണ്ട് നിറയട്ടെ. Oh, let every eye be filled with hope. കണ്ണുകളും പ്രത്യാശ കൊണ്ട് നിറയട്ടെ. Every eye be filled with hope. വിശുദ്ധന്മാരുടെ പ്രത്യാശ ഉറപ്പിക്കാൻ വേണ്ടി. This is the blessed hope of the saints. നല്ല അംശം തിരഞ്ഞെടുത്ത ഭക്തന്മാരെ ഉറപ്പിക്കാൻ വേണ്ടി. Oh, to the ones who have chosen the good portion. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ വേദഭാഗം വായിക്കുന്നു. Let me read that one more time. വെളിപ്പാട് പുസ്തകം Revelation 21 അധ്യായം chapter 21 1 മുതലുള്ള വാക്യങ്ങൾ. 1 onwards. വെളിപ്പാട് 21. Oh, Revelation 21. അടഞ്ഞ കണ്ണുകളോടെ. With closed eyes. നിറഞ്ഞ കണ്ണുകളോടെ. With filled eyes. നിറഞ്ഞ മനസ്സോടെ. With filled hearts. ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങൾ ഉയർത്തി. Oh, lifting your hands where you're sitting. പ്രത്യാശയുടെ സന്ദേശം കേട്ടാട്ട്. Oh, can you hear this blessed message? ഞാൻ പോകുന്ന നാട് നിങ്ങൾക്കറിയണ്ടേ? Do you want to hear about the country I'm going നാട് to? നിങ്ങൾക്കറിയണ്ടേ? The place I'm going നാം to? പാർക്കാൻ പോകുന്ന വീട് നിങ്ങൾക്കറിയണ്ടേ? You want to know about the house I'll നമ്മളെ get? എതിരേൽക്കാൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത അറിയണ്ടേ? You want to know about what I will receive? ഞാനിതാ പുതിയൊരു ആകാശവും പുതിയ ഭൂമിയും കണ്ടു. I have seen a new heaven and a new earth. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. The first heaven and the first earth will pass ഇനി away. സമുദ്രം ഇല്ല. And sea is no more. മനുഷ്യരെ തമ്മിൽ. Oh, and to see people. ഭാഷ വർഗ വർണ്ണ വ്യത്യാസം വെച്ച അതിർത്തി വെച്ച സമുദ്രം ഇനി ഇല്ല. There is no more the sea that separates people. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം. I see a holy city, New Jerusalem. ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള. Oh, coming down as a bride to the Lord. പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. Is coming down from heaven. ഞാൻ കാണുന്നു. I see it with my eyes. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം ഞാൻ കേട്ടു. And I heard a loud voice from the throne. മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. Behold, the dwelling place of God is with man. ഏദൻ തോട്ടത്തിൽ. Oh, in the garden of Eden. ആദമും ഹവ്വയും കേട്ട ദൈവത്തിന്റെ കാലൊച്ച. Oh, the same footsteps heard by Adam and Eve. നിത്യം കേൾക്കുന്ന ദിവസമാസന്നമായി. These are the days that we will hear it daily. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. The Lord dwelling with the people of God. അവരോട് കൂടെ വസിക്കും. We will live with him. അവൻ അവർക്ക് ജനമായിരിക്കും. Oh, he will be his people. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു
തുടച്ചു കളയും. He will wipe away every tear from their eyes. ഇനി മരണം ഉണ്ടാകുകയില്ല. And death shall be no more. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. Neither shall there be mourning nor crying. ഒന്നാമത്തേത് കഴിഞ്ഞു. Oh, the first is over. ഇതാ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. Oh, the one who is on the throne ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. is saying, behold, I am making everything എന്റെ മാന്യ new. ശ്രോതാക്കളെ, Child of God, ഈ വചനം, this word, ഈ വചനം this word വിശ്വാസയോഗ്യവും is trustworthy സത്യവുമാകുന്നു. and true. എത്ര പേർ ആത്മാവിൽ സന്തോഷിക്കും? How many of you are worshiping him in the ഇന്ന് മുതൽ Spirit? ഞാൻ ഈ പ്രസംഗിച്ച വചനം, Every word that I spoke this നിങ്ങളോട് morning, പങ്കുവച്ച ഈ ദൂത് this message for you വിശ്വാസയോഗ്യം, is worthy ഇത് സത്യമാകുന്നു. and true. മാറ്റമില്ലാത്ത നീക്കമില്ലാത്ത നിലനിൽക്കുന്ന നിത്യവചനം, This is the word of God that never changes. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായ വചനം. It is settled forever in heaven. യേശു വരാറായി. The Lord is coming ആരെ നിങ്ങൾ soon. തെരഞ്ഞെടുക്കും? Who will you choose? എന്ത് നിങ്ങൾ തെരഞ്ഞെടുക്കും? What will you choose? എന്തായിരുന്നു നിങ്ങളുടെ തീരുമാനം? What is your decision? നിങ്ങൾക്ക് യേശുവിനെ വേണോ? Do you want Jesus? ലോകത്തെ വേണോ? Or do you want the world? യേശുവിനെ വേണോ? Do you want Jesus? ബറബ്ബാസിനെ വേണോ? Or do you want Barabbas? ദൈവകൃപ വേണോ? Do you want the grace of പാപത്തിന്റെ God? ഇച്ഛ വേണോ? Or do you want sin? പാപത്തിന്റെ മോഹം വേണോ? Do you want desires of ക്രൂശിന്റെ sin? നിന്ദ വേണോ? Or do you want the reproach of the cross? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May the Lord bless you with these നാം words. ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കുകയാണ്. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലം ഏറ്റവും ആസന്നമേ. അതാണ് എന്റെ ആശ, അതാണ് എന്റെ ആഗ്രഹം. റിബാന ഹത്തുനാദകന, എന്റെ യേശു വരാറായി. ഇന്ന് ഈ മണ്ണിലെ ക്ലേശങ്ങൾ അല്പകാലം മാത്രം മാഞ്ഞു പോവും. അത് കിനാവ് പോൽ നിത്യ തേജസ്സിൻ ഘനം ഞങ്ങൾക്കായി കാത്തിരിക്കുന്നു. ആത്മാവിൽ കരങ്ങളടിച്ചു പാടി കർത്താവിനെ സ്തുതിക്കാം. Hallelujah. ഹല്ലേലൂയ. റിബല ഹൗശല ഹബ്ദല ജാന. ആദനാശയെ ആദനാനന്ദമേ ആദൻ പ്രത്യാശയെ പ്രഭാതമേ ആദനാശയെ ആദനാനന്ദമേ ആദൻ പ്രത്യാശയെ പ്രഭാതമേ തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ അതെന്നാനന്ദമേ അതൻ പ്രത്യാശയും പ്രഭാതമേ. അതെന്നാശയേ അതെന്നാനന്ദമേ അതൻ പ്രത്യാശയും പ്രഭാതമേ. ആനന്ദദായകനാം പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം നീങ്ങിയിടുമേ. ആനന്ദദായകനാം പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം നീങ്ങിയിടുമേ. എന്റെ അല്ലലാകെ അകന്നിടും എനിക്കാനന്ദമേ യുഗായുഗം. എന്റെ അല്ലലാകെ അകന്നിടും എനിക്കാനന്ദമേ യുഗായുഗം. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ അതെന്നാനന്ദമേ അതൻ പ്രത്യാശയിൽ പ്രഭാതമേ. അതെന്നാശയേ അതെന്നാനന്ദമേ അതൻ പ്രത്യാശയിൽ പ്രഭാതമേ. വാഗ്ദത്ത നാളിൽ ശാശ്വതമാം വീട്ടിലെ സേവകർ ദൈവദൂതരല്ലോ.
ക്ലേശം അല്പകാലം മാത്രം മാഞ്ഞു പോം അതുകിനാവു പോ ഈ മണ്ണിൽ എന്റെ ക്ലേശം അല്പകാലം മാത്രം മാഞ്ഞു പോം അതുകിനാവു പോ നിത്യ തേജസ്സിൻ ഗാനമാണതിൻ ഭാരമൻ പ്രിയനെന്നു നൽകിടും നിത്യ തേജസ്സിൻ ഗാനമാണതിൻ ഭാരമൻ പ്രിയനെന്നു നൽകിടും തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേ ആസന്നമേ തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റും ആസന്നമേ അതെന്നാശയേ അതെന്നാനന്ദമേ അതൻ പ്രത്യാശയും പ്രഭാതമേ അതെന്നാശയേ അതെന്നാനന്ദമേ അതൻ പ്രത്യാശയും പ്രഭാതമേ അതെന്നാശയേ ഇന്ന് പകൽക്കാലം നമ്മെ അനുഗ്രഹിച്ച കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ആരാധനയുടെ എല്ലാ ഘടകങ്ങളെയും കർത്താവ് മാനിച്ച് ആദരിച്ച് വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിപ്പാൻ ഹല്ലേലൂയ ദൈവരാജ്യത്തിന് ഒരുങ്ങുവാൻ നമ്മെ സഹായിച്ചല്ലോ. നാം ഇന്ന് കേൾക്കട്ടെ എല്ലാ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ ഫിയർ ദ ഗോഡ്. ദൈവത്തെ ഭയപ്പെടണം. ദൈവഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്കുണ്ടായ ദൈവിക ഭയം, പാപത്തോടുള്ള ദൈവത്തിന്റെ ഇടപെടലുകൾ, പാപിയെ സ്നേഹിക്കുന്ന കരുതല്, അത് കാണുമ്പോൾ സഭ ഭയപ്പെട്ടു. ആരെ നിങ്ങൾ തിരഞ്ഞെടുക്കും? ക്രിസ്തുവിനെയോ ഈ ലോകത്തെയോ? നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ദൈവികതമായിരിക്കട്ടെ. ഈ ആഴ്ച നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. മനം തകർന്നവർ ആശ്വാസം ഏറ്റെടുക്കട്ടെ. യാത്രകൾ സഫലമാകട്ടെ. ദുഃഖങ്ങൾ മാറിപ്പോകട്ടെ. ജീവിതയാത്രയിൽ നന്മകൾ ദൈവം വഴി തുറക്കട്ടെ. ആത്മീയ സമൃദ്ധിയിലേക്ക് ദൈവം നിങ്ങളെ നയിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളുടെ സ്നേഹമുള്ള ദൈവമേ, ഒരു വിശുദ്ധ സഭായം കൂടെ ഞങ്ങളുടെ എളിയ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഇപ്രകാരം ദൈവത്തെ ഉയർത്തുവാനും ദൈവനാമത്തിന് മഹത്വം കൊടുക്കുവാനും ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഇന്ന് രാവിലെ ഈ ആരാധനയിൽ പങ്കെടുത്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കായി സ്തോത്രം. വിവിധ ഭവനങ്ങളിലെ സ്ഥാനങ്ങളിൽ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങളോട് സഹകരിച്ചല്ലോ. ദൈവനാമം അവരിൽ വെളിപ്പെടുമാറാകണമേ. ആവശ്യങ്ങൾ കൂടെ ഇരിക്കണം. ഈ ആഴ്ച എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. സഭയാം കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കുഞ്ഞുങ്ങളെയും പ്രായമുള്ളവരെയും യൗവനക്കാരെ ഒരുപോലെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുടിവരകൾ അനുഗ്രഹമായി തീരട്ടെ. മഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു മുഖാന്തരമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആശിച്ചുകളും അവരുടെ ജോലിയിലെ, യാത്രയിലെ, സ്കൂളിലെ, കോളേജുകളെല്ലാം ഉണ്ടായിരിക്കണം. എല്ലാ മഹത്വവും കർത്താവിനെ യേശുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ അളവറ്റ സ്നേഹവും പുത്രനും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ